Hello guys, Sri here. ഗൈസ് Welcome back to the podcast അല്ലെങ്കിൽ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. തുടങ്ങുന്നതിന് മുന്നേ വി ഹോപ്പ് വി ആർ റോങ്. ഈ പോഡ്കാസ്റ്റിന് ഒരു ചെറിയ ഇൻട്രോ പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ ജിയോ പൊളിറ്റിക്സ്, കോൺസ്പിറസീസ്, തിയറീസ്, ഹിഡൻ ട്രൂത്ത്, മീഡിയ നിങ്ങളിൽ നിന്ന് മറയ്ക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഫാക്ച്വലായിട്ട് പ്രസൻറ്റ് ചെയ്ത അവർ ഡ്യൂട്ടി ആൻഡ് അവർ ധർമ്മ. അതെ. സോ ലെറ്റ്സ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ വിൽ ഡൈ സ്ട്രേറ്റ്. ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഓപ്പൺ മൈൻഡഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മാത്രം, നിങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, ലോകത്തെ എല്ലാ അറിവും നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള ആളാണെങ്കിൽ ദയവ് സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾക്കുള്ള വീഡിയോ അല്ല ഇത്. പുതിയ പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന രീതിയിൽ വരുന്ന കാര്യങ്ങളാണ്. കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. നിങ്ങളിത് ക്ലിക്ക് ചെയ്തവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ വി ഹോപ്പ് വി ആർ റോങ്. എൻ്റെ റിസർച്ചും ഞങ്ങളുടെ രണ്ടുപേരുടെയും അറിവും വെച്ചാണ് ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഫാക്ട്സ് ആണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പരമാർത്ഥമാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല. നിങ്ങൾ ഞങ്ങളെയും ഒരു യൂട്യൂബ് ചാനലായിട്ട് കണ്ട് ഞങ്ങളുടെ ചാനലിൽ നിന്ന് അറിവ് നേടി നിങ്ങൾ നിങ്ങളുടേതായ കണ്ടെത്തൽ നടത്തുക. അതെ, സീക്കേഴ്സിന് വേണ്ടിയുള്ള സീക്കേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സത്യത്തിലേക്ക് പോകുമ്പോൾ ഒരു ഒരു സ്റ്റെപ്പാണ് ഈ ചാനൽ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണ് ഈ വീഡിയോ. അല്ലാതെ ഇതല്ല സത്യം. വേറെ ചാനൽ കാണുക, ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്ന ചാനൽ കാണുക, എന്നിട്ട് രണ്ടും കമ്പയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ സത്യം എന്നറിയാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഞാൻ പറയുന്നതോ ഇവൻ പറയുന്നതോ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. വി ഹോപ്പ് വി ആർ റോങ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കേണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ വ്യൂ പോയിന്റും, നിങ്ങളുടെ എല്ലാ പൊളിറ്റിക്കൽ ഐഡിയോളജി എല്ലാം നാര ചെയ്ത് ഒരു 3 അക്ഷരത്തിൽ ചെന്ന് വീഴുവാണെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചെന്ന് വീഴുവാണെങ്കിൽ, മേ ബി യു ആർ നോട്ട് എ ഫ്രീ തിങ്കർ. എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പഠിക്കണം. തെറ്റ് ചെയ്യുന്നവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കാം. സോ നമുക്കിന്ന് തുടങ്ങാം. നമുക്ക് ആ ന്യൂസ് സെഗ്മെന്റിലേക്ക് കടക്കാം. ആദ്യം തന്നെ കുറച്ച് വൃത്തികെട്ട ന്യൂസുകൾ, അത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രവും അത് പറയേണ്ട ആവശ്യം ഉണ്ടായത് കൊണ്ടും ഞങ്ങളത് സ്കിപ്പ് ചെയ്യുന്നില്ല. വേറെ എവിടെയും വരത്തില്ല. വേറെ നിങ്ങൾ കേൾക്കുന്ന ന്യൂസൊക്കെ ആണെങ്കിൽ ഞങ്ങളത് കളയും. പക്ഷേ ഇത് ഞങ്ങൾക്ക് കളയാൻ പറ്റത്തില്ല. കാരണം മുംബൈയിലൊരു കോളേജിലെ കഥയാണ്. വിവ കോളേജ് എന്ന് പറഞ്ഞത്, VIVA കോളേജ് മുംബൈയിൽ. അവിടെ പോലീസുകാരൊരു പയ്യനെ അറസ്റ്റ് ചെയ്തു. പയ്യന്റെ പേര് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പയ്യന്റെ പേര് ഞാൻ നോക്കാൻ മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു. പക്ഷെ പയ്യന്റെ പേര് എനിക്ക് നോക്കാൻ പറ്റിയില്ല. അതെ, പേരറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. അങ്ങനെ പുള്ളിയുടെ ചാറ്റ് ലീക്കായിട്ട് പുള്ളിയെ പോലീസ് പിടിച്ചു. പുള്ളിക്ക് FIR കാര്യങ്ങളൊക്കെ ആയിട്ട് പോലും പബ്ലിക് റെക്കോർഡ്സിൽ വന്നിട്ട് പോലും പേര് കിട്ടിയിട്ടില്ല. പുള്ളിയുടെ ലീക്കായ ചാറ്റിനകത്ത് പ്രശ്നമായത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിയും പുള്ളിയുടെ ഗ്രൂപ്പിലുള്ള ആളുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു അജണ്ട വെച്ച് ഗേൾ ഫ്രണ്ട്സിനെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന അജണ്ട എന്ന് പറഞ്ഞാൽ, ചാറ്റ് അതേപോലെ വായിക്കാം, ഇംഗ്ലീഷിൽ ആണ്, ഒറ്റ വാക്യമുള്ളതിന് ഞാൻ പറയാം. നോ ഹിന്ദു ഗേൾ ഷുഡ് റിമെയിൻ വിർജിൻ ഹിയർ. കോളേജ് ഹോസ്റ്റലിലെ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നിട്ട് പോകുന്ന ഒരൊറ്റ ഹിന്ദു പെണ്ണുങ്ങളും ചാരിത്രം കൊണ്ട് പോകരുത്. അതാണ് നമ്മളുടെ ലക്ഷ്യം, അജണ്ട. അപ്പോൾ അങ്ങനെ വന്നൊരു സാധനം വെളിയിൽ വന്നതും പ്രശ്നമായതും ഇവനെതിരെ സംശയങ്ങൾ വന്നിട്ടും അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവന്മാർക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. അപ്പം ഇതിനെപ്പറ്റി ആകെ എനിക്കറിയാൻ പറ്റത്, ഹീസ് വൺ മുസ്ലിം ഗായ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഓർ ഹിസ് നെയിം എനിക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഇവന്മാരെ പോലുള്ളവരാണ് ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ സാധനം നശിപ്പിക്കുന്നത്. കാരണം ഇതുപോലുള്ള നാറികൾ വന്ന് ഇതുപോലുള്ള പരിപാടികൾ ചെയ്ത്, ഇപ്പം യഥാർത്ഥത്തിൽ അവൻ്റെ അതേ കോളേജിൽ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പയ്യനും ഒരു ഹിന്ദു പെണ്ണിനും അഗാധമായ പ്രേമം കാണാം. ആ പ്രേമവും അവിടെ തകരുകയാണ്. കാരണം പെണ്ണുങ്ങൾക്കും ഈ ന്യൂസ് കേൾക്കുന്നവർക്കും എല്ലാം ഇനി മുസ്ലിം ഗായ്സ് വന്ന് പ്രേമിക്കുമ്പോൾ ഒരു പേടി വരും. ഇൻക്ലൂഡിങ് യു ഗൈസ്, ഇൻക്ലൂഡിങ് മീ. കാരണം ഞാനും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇതാണ്. ചതി എവിടെയൊക്കെയോ 5-6 പേര് ചെയ്യുമ്പോൾ നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആയിരക്കണക്കിന് നല്ലവരെയാണ്. അതെ. അപ്പോൾ ഞാൻ എപ്പോഴും ക്രോസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രോസ് റിലീജിയൻ കല്യാണം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിക്കണം, മുസ്ലിം ക്രിസ്ത്യനെ കല്യാണം കഴിക്കണം, ക്രിസ്ത്യൻ ഹിന്ദുസിനെ കല്യാണം, ഇതെല്ലാം ചെയ്യണം. കാരണം എന്നാലേ നമ്മളൊരു ഇച്ചിരിയെങ്കിലും ബോധമുള്ളൊരു സൊസൈറ്റി ആയിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഇതുപോലെ കല്യാണം കഴിക്കാനോ പ്രേമിക്കാനോ അല്ലെങ്കിൽ വേറെ വൃത്തികേടിനോ വേണ്ടി പോലും അല്ലാതെ അജണ്ടാസിന് വേണ്ടി ആളുകളെ ഉപയോഗിക്കുമ്പോൾ അവിടെ അത് നമ്മൾ ചോദ്യം ചെയ്യണം.
അത് ചോദ്യം ചെയ്ത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ വരുത്തുന്ന, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് വരുത്തുന്ന എന്തോരം വലിയ വൃത്തികേടാണെന്നറിയോ. വെളിയിലുള്ള ഒരു രാജ്യക്കാർ ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ അവരെന്തോരം പ്രിമിറ്റീവാണ് നമ്മളുടെ സൊസൈറ്റി എന്നാണ് വിചാരിക്കുന്നത് അറിയോ. മറ്റൊരു റിലീജിയനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു റിലീജിയനിലെ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ചാരിത്രം നശിപ്പിക്കുമ്പോൾ അവർക്ക് ഗ്ലോറി കിട്ടും എന്നൊക്കെ പറയുന്നത് ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് കേട്ടിരിക്കുക, കണ്ടിരിക്കുക, പ്രേമിക്കുന്നവർ പ്രേമിക്കുക, ട്രാപ്പിൽ വീഴുന്നവർ അത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ന്യൂസാണ്. നമ്മളുടെ ഇപ്പം ഇൻസ്റ്റയിലെല്ലാം ഉള്ള പുള്ളിയാണ് രാഘവ് ചന്ദ്ര. അതെ, പുള്ളി ആം ആദ്മി പാർട്ടിയുടെ ഭയങ്കര എമർജിങ് ജെൻസി ലീഡറാണ്. പുള്ളി എല്ലാം ചോദ്യം ചെയ്യും. പുള്ളി ഞങ്ങളിപ്പോ നേരത്തെ പറഞ്ഞില്ല, നിങ്ങളൊരു 3 അക്ഷരത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളല്ല. പുള്ളി ആം ആദ്മി പാർട്ടി നിൽക്കുമ്പോൾ അതിനകത്തെ ലീഡേഴ്സിനെ ചോദ്യം ചെയ്യും, ലീഡേഴ്സിന്റെ പോളിസിയെ ചോദ്യം ചെയ്യും. ലോക്സഭയിലെ ലീഡറായിട്ട് വന്ന ആളാണ്. ലോക്സഭയെ ചോദ്യം ചെയ്യും, ലോക്സഭയുടെ ടൈമിങ്ങിനെ ചോദ്യം ചെയ്യും. എന്ന് പറഞ്ഞാൽ പുള്ളി കഴിഞ്ഞ 2 ആഴ്ച 2-3 സ്റ്റേറ്റ്മെന്റ്സ് വരുത്തിയത്, ഒന്ന്, നമ്മൾ കാശ് കൊടുത്ത് 10 GB മൊബൈലിൽ വാങ്ങിക്കുന്നു, 30-ാം തീയതി ആകുമ്പോൾ ഈ GB എവിടെ പോന്നു? നമ്മൾ കാശ് കൊടുത്ത്, ഞാനിപ്പോൾ ഒരു ബിരിയാണി വാങ്ങിച്ചു, അതിലുപരി അയാൾ പറഞ്ഞ വേറെ പോയിന്റ് ഉണ്ട്. ഈ പാക്കേജ് തീർന്ന OTP തരത്തില്ല ഇവന്മാര്. അത് ഒരു എമർജൻസി ഹോസ്പിറ്റലിനൊക്കെ എത്ര വേഗം പ്രശ്നം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനിപ്പോ കാശ് കൊടുത്ത് ഞാനൊരു കസേര അല്ലെങ്കിൽ ഞാനൊരു ബിരിയാണി അല്ലെങ്കിൽ ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു, കാശ് ഫുൾ പേയ്മെന്റ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. എന്നിട്ട് 25 ദിവസം കഴിയുമ്പം അത് തീർന്നു എന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് പോവാന്ന് പറയുന്നത് എവിടുത്തെ ലോജിക്കാണ്? കാരണം ഞാൻ അവൻ്റെ കടം വാങ്ങിക്കുന്നതല്ല, ഞാൻ അവിടെ ടെൻഡർ കൊടുത്ത് 30 ദിവസത്തേക്ക് വാങ്ങിക്കുന്നതാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം വന്നു. പിന്നെ രണ്ടാമത്, നമ്മൾ കോളിങ്ങിന് ചാർജ് ചെയ്തില്ല എങ്കിൽ ഇൻകമ്മിങ് കോൾസ് എങ്ങനെ കട്ടാവും? എൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് വാങ്ങിച്ച സിമ്മുണ്ട്, എൻ്റെ കയ്യിൽ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ഫോണുണ്ട്, സർവീസിന് നമ്മൾ ആദ്യമേ പൈസ കൊടുത്തിട്ടുണ്ട്, മന്ത്ലി എനിക്ക് കോൾ ചെയ്യാനും എനിക്ക് മെസ്സേജ് അയക്കാനും എനിക്ക് നെറ്റിന് വേണ്ടി ഞാൻ കാശ് കൊടുത്തില്ല എന്ന് വെച്ചോ, എൻ്റെ ഫോണും എൻ്റെ സിമ്മും കമ്പനിയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് ഇൻകമിങ് കോൾസ് കിട്ടണ്ടേ? ഇതുപോലുള്ള പല കാര്യങ്ങളും അയാൾ ഭരിക്കുന്ന സംസ്ഥാനത്തും ഒക്കെ ഉണ്ടായിരുന്നു. അയാൾ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ ലീഡറായിട്ട് ജോലി ചെയ്തതാണ്. ഇന്നലെ വൈകിട്ട് ആം ആദ്മി പാർട്ടി പുള്ളിയെ എടുത്ത് വിളിക്കണം. അത് വേറൊരു ഇതും കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞോ. കാരണം ഇത് ഞാൻ വായിച്ചത് റെഡിറ്റില്ല, അതുകൊണ്ട് 100% ഡു യുവർ ഫാക്ട് ചെക്ക്. കേട്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വിത്തിൻ ദ പാർട്ടി കേജ്രിവാളിന്റെ പണ്ടത്തെ ആൽക്കഹോൾ തട്ടിപ്പുണ്ടായിരുന്നല്ലോ, അതൊന്നുകൂടെ കുത്തിപ്പൊക്കാൻ നോക്കി, അതിനെപ്പോഴും തൂക്കിയെടുത്ത്. അതെ, പുള്ളി ഇതാണ് പ്രശ്നം. നമ്മൾ ആരെങ്കിലും പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജോലി പോകും. അതിലിപ്പോൾ രാജ്യസഭ ലീഡർ ആണെങ്കിലും സ്വന്തം പാർട്ടി ആണെങ്കിലും ഇയാൾ എന്തോ വലിയ ആളാണെങ്കിലും ജോലി പോകും. പക്ഷെ നൈസ് ലീഡർ ആയിരുന്നു. പേടിക്കേണ്ട, പുള്ളിയെ BJP ഉടനെ തൂക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. അതെ, അവരുടെ PR ക്യാമ്പയിനിങ് എല്ലാ ഇച്ചിരി ഫേസ് വാല്യൂ ഉള്ള എല്ലാവരും ജാക്കറ്റ് പിടിക്കും. അതെ, ഇഷ്ടം പോലെ കാശുണ്ടല്ലോ BJP. അവര് മിക്കവാറും ഭരിക്കുന്ന പാർട്ടിയുടെ പൈസക്ക്. പിന്നെ പുള്ളി ഇലക്ഷൻ എടുത്തേ പുള്ളി ജയിക്കുകയും ചെയ്യും. അപ്പൊ അത് പോട്ടെ. അടുത്തത് എങ്ങും വരാത്ത ഒരു ന്യൂസാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂസുകളായി പ്രചരിപ്പിക്കേണ്ട സാധനമാണ്, പക്ഷെ ഒരു ന്യൂസിലും വരുന്നില്ല. ഈ ന്യൂസ് പറയുന്നതിന് മുന്നേ ഞങ്ങൾ ഈ ചാനലിൽ ഇൻഡെപ്ത് ആയിട്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഈ പറയാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു 1.5 മണിക്കൂർ പോഡ്കാസ്റ്റ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാൽ, പുരി എന്ന് പറയുന്ന ഒഡീഷയിലെ ഒരു സ്ഥലത്ത് ഞങ്ങൾ കഴിഞ്ഞ വട്ടം ന്യൂസ് തന്നു, അതിന്റെ അപ്ഡേറ്റ് ആണ് വരുന്നത്. 1 വീക്ക് ഓഫ് ഡിഗിങ് GPR വെച്ച്, ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റേഡാർ വെച്ച് നമ്മൾ ഒരാഴ്ച കുഴിച്ചതേ ഉള്ളൂ. 100+ സൈറ്റ്സ് ഇപ്പൊ നമ്മൾ കണ്ടെടുത്തു. 100+ അണ്ടർഗ്രൗണ്ട് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പുരി ഒഡീഷ എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിനടിയിൽ നമുക്ക് എന്തോ കിട്ടി. അങ്ങനെ കുഴിച്ചു നോക്കിയപ്പോൾ കാണാം വലിയൊരു സ്ഥലം. അത് കഴിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും കുഴിച്ചപ്പോൾ കാണാം അവിടെ എല്ലാം വലിയ സ്ഥലം. അങ്ങനെ ഒരാഴ്ച നമ്മൾ കുഴിച്ചു, 100+ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തി. അവസാനം ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റേഡാർ വന്നു. അവസാനം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ കൊടുത്ത ഇനീഷ്യൽ റിപ്പോർട്ടിൽ hundreds of kilometers, അത് 200 ആണോ 700 ആണോ 1200 ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. hundreds of kilometers. ഇത് വലിയ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഏറ്റവും വലിയ സിറ്റി ആയിരിക്കാം എന്നാണ് അവരിപ്പോൾ പറയുന്നത്. കാരണം പുരിന്ന് അവിടെ പേര് വന്നത് തന്നെ, പുരി ഈസ് an ancient Sanskrit name of city. മനസ്സിലായോ?
അവിടെ ഒരു സിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം പണ്ടത്തെ നമ്മളെ മോഹൻജോദാരോ അല്ലെങ്കിൽ ആമസോണോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റികൾ എന്നൊക്കെ പറയുന്നതിനകത്ത് ഏറ്റവും വലുത് പുരിയിൽ ഉണ്ടാവാം എന്നുള്ളതാണ് ഇപ്പൊ നടക്കുന്നത്. ഒരു അണ്ടർഗ്രൗണ്ടിൽ കൺസ്ട്രക്ട് മേ ബി ഇറ്റ്സ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി മിഡീവൽ സാധനങ്ങൾ, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും പഴക്കമുള്ളതായിരിക്കാം. കാരണം ഭൂമിയിൽ 300-200 മീറ്റർ മണ്ണ് മുകളിൽ വരണമെങ്കിൽ 100 വർഷത്തിൽ 1 സെന്റിമീറ്റർ ആയിരിക്കും മുകളിലോട്ട് വരുന്നത്. അപ്പൊ ഇത്രയും വരണമെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല എന്നുള്ള കാര്യം. അതെ, ഇത് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയത് തന്നെ ആവണമെന്നില്ല. ചിലപ്പം മനുഷ്യരൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ 10 കോടി വർഷങ്ങൾക്ക് മുന്നേ റെപ്റ്റിലിയൻസ് ഉണ്ടാക്കിയതാവാം. അല്ലെങ്കിൽ ചിലപ്പം 12,000 വർഷങ്ങൾക്ക് മുന്നേ ഈ രാമനും എന്നൊക്കെ പറഞ്ഞ കഥയില്ലേ, അവരുടേതാവാം. അപ്പൊ ഇതെങ്ങനെ മണ്ണിനടിയിൽ പോയി, മണ്ണിനടിയിൽ എങ്ങനെ പ്രിസർവ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂല, ഒരു ന്യൂസിലും വരില്ല. ഞങ്ങൾ അടുത്ത വട്ടം അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീസസ് ക്രൈസ്റ്റിന്റെ ക്ലോത്ത് അനാലിസിസോ ഫോർമാലിൻ അനാലിസിസോ എന്തൊക്കെ സാധനങ്ങൾ ചെയ്യും അതിനെ കുറിച്ച് ചെയ്തപ്പം അതിന്റെ കോയിൻസ് ഉണ്ടല്ലോ, ഫൈബർ കോയിൻസ് ട്രേസ് ബാക്ക് ചെയ്തപ്പോ അതിനകത്ത് ടാങ്കിൾഡ് ആയിട്ട് കിടക്കുന്ന DNA 40% നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഒന്നെങ്കിൽ ഇന്ത്യൻ DNA ആണ്. ജീസസ് ക്രൈസ്റ്റ് മരിച്ചതിന് ശേഷം ഈ ടുറിൻ എന്ന് പറയുന്ന ഒരു ക്ലോത്തിൽ മുക്കിയാണ് പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ആ ക്ലോത്ത് ഇപ്പോഴും നമ്മളുടെ കയ്യിലുണ്ട്, ഒരു പള്ളിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആണ്, പുള്ളിയെ പൊതിഞ്ഞ ക്ലോത്ത്. അപ്പോൾ അത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അതിനകത്ത് ഇപ്പോഴാണ് DNA ടെസ്റ്റ് നടത്തി. അപ്പോൾ DNA ടെസ്റ്റ് നടത്തി തിരിച്ചു വന്നപ്പോൾ 40% ഇന്ത്യൻ DNA. രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുള്ളൂ. ഒന്നെങ്കിൽ തുണി ഉണ്ടാക്കിയത് ഇന്ത്യയിൽ, അല്ലെങ്കിൽ ജീസസ് വാസ് ഫ്രം ഇന്ത്യൻ DNA. അതിന്റെ ഉത്തരം ഞങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ ചെയ്യും. പക്ഷെ നമ്മൾ കോൺട്രവേഴ്സി ആവും. ചെയ്തിട്ടുണ്ട് പക്ഷേ ടിബറ്റിൽ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ കണ്ട പോലെ 2 കാര്യങ്ങൾ ഒരുമിക്കുന്നതാണ്. ഒരു ബാൻഡായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ വേറെ ആളുകൾ കേട്ടൂടാ എന്ന് പറയുന്ന കാര്യം. ഈ ബാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതാരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ പോലീസ് വരെ പിടിക്കും, അങ്ങനെയല്ല. ബാൻഡ് എന്ന് പറയുന്ന 2 രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, ഞാൻ ഇവനോട് പറയാം, എടാ ഇവിടെ ഒരു ഫോൺ ഇരിപ്പുണ്ട്, ഇത് നീ എടുക്കാൻ പാടില്ല, എടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജയിലിലിടും. അത് ബാൻ ചെയ്യുന്നതാണ്. 2, ഇവിടെ ഞാൻ ഈ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നിന്നോട് പറയും എടാ ഫോൺ എടുക്കല്ലേ. അപ്പം നീ ചോദിക്കും എന്താ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഫോൺ ഞാൻ പൊട്ടിക്കും, അല്ലെങ്കിൽ ഞാൻ നിന്റെ വേറെ എന്തെങ്കിലും എടുത്ത് മാറ്റും എന്ന് പറഞ്ഞാൽ അവന് റെസ്ട്രിക്ഷൻസ് വരുത്തുന്നില്ല. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് പണിഷ്മെന്റ്, നിനക്ക് ഞാൻ പണി തരും. അപ്പം 2 രീതിയിലാണ് അങ്ങനെ. അപ്പം ബാൻ ചെയ്ത ഒരു ബൈബിളിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എത്യോപ്യൻ ബൈബിൾ എന്നാണ്. എത്യോപ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അധികം ആളുകൾ കേട്ടിട്ടില്ലായിരിക്കും, നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്. അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ചൈന എന്നൊക്കെ പറയുന്ന വലിയ വലിയ രാജ്യങ്ങളെ പോലെ വേറൊരു രീതിയിൽ വളരെ പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് എത്യോപ്യ എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ എത്യോപ്യൻ ബൈബിൾ എന്ന് പറയുമ്പോൾ 2 വാക്കിൽ പറഞ്ഞ് തീർക്കാവുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് മിസ്റ്റീരിയസ് ആൻഡ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ, ലോകത്തിലെ ഏറ്റവും നിഗൂഢമായും ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനുമായ ഒരു ബൈബിളാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈബിള്, ഈ ബുക്ക്, ഈ ബൈബിൾ എത്യോപ്യയിൽ വരുന്നതിന് മുന്നേ ഈ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തിനെ പറ്റി നിങ്ങൾ ചെറിയൊരു കാര്യം അറിയണം. ഈ എത്യോപ്യ, ഈ ബൈബിളിൻ്റെ പുറത്ത് തന്നെ ഫുൾ മിസ്റ്ററിയാണ്. എത്യോപ്യ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് രാജ്യമാണ്. എന്ന് വെച്ചാൽ ലോകത്തിൽ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസിൽ ഒന്നാണ് എത്യോപ്യ. നിങ്ങൾ ആരും കേട്ടിട്ടില്ലായിരിക്കും. നമ്മൾ വേണമെങ്കിൽ വേദിക് ട്രഡീഷൻസ്, അല്ലെങ്കിൽ സൊറാസ്ട്രിയനിസം, അല്ലെങ്കിൽ ഹിന്ദുയിസം, അല്ലെങ്കിൽ സനാതന ധർമ്മ എന്നൊക്കെ പറയുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾ പുറമോട്ട് പോകുന്ന സിവിലൈസേഷൻസിൽ ഒന്നാണ് ഈ എത്യോപ്യൻ സിവിലൈസേഷൻ. ലോകത്തിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റ് മൊത്തം കോളനൈസ്ഡായി. ഏകദേശം 52 or 53 രാജ്യങ്ങൾ ആഫ്രിക്കയിൽ കോളനൈസേഷൻ പീരീഡിൽ ഉണ്ടായിരുന്നപ്പോൾ 53 ഉണ്ടെന്ന് വെക്കുക, 52 കോളനൈസ് ചെയ്തു. ഒരു രാജ്യം പിടിച്ചടക്കാൻ പറ്റിയില്ല, എത്യോപ്യ ഒഴിച്ച് ബാക്കി ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഫുള്ള് പിടിച്ചടക്കി. ഫ്രാൻസ് ആഫ്രിക്ക 30% പിടിച്ചടക്കി, സ്പെയിൻ 20% പിടിച്ചടക്കി, ബ്രിട്ടൻ 40% പിടിച്ചടക്കി. ബാക്കി അവിടുന്ന് ഇവിടുന്ന് കുറേ കോളനൈസേഴ്സ് ഉണ്ട്. പക്ഷേ എത്യോപ്യ റിമെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫോർ ദ ലാസ്റ്റ് 4000, 5000, 3000 എത്ര വർഷം കൊണ്ട് അവരുണ്ടോ അവർ അന്ന് മുതൽ ഇൻഡിപെൻഡൻ്റ്. ഹൗ എന്ന് പറയുന്നത്
സംതിങ് ഈസ് പ്രൊട്ടക്ടിങ് ദം. എന്തോ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ആളുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ട്. എനി ഐഡിയാസ് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു പോവാലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ 2000 വർഷത്തിൽ 800 വട്ടം ഇൻവേഡ് ചെയ്യപ്പെട്ടു. എന്നിട്ടാണ് നമ്മൾ ഇത്രയും റൂട്ട്സിൽ സർവൈവ് ചെയ്യുന്നത്. കഴിഞ്ഞ 2000 വർഷത്തിൽ ഒരു വട്ടം പോലും ഇൻവേഡ് ചെയ്യാത്ത ഒരു രാജ്യത്തിന്റെ റൂട്ട്സ് അപ്പം ആലോചിച്ചു നോക്ക്. മനസ്സിലായോ? അങ്ങനെ ഒരു സാധനമാണ് എത്യോപ്യ എന്ന് പറഞ്ഞാൽ. അവരുടെ ലീനിയേജസ് അത്ര മാത്രം അവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്. പ്രിസർവ് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ റിട്ടൺ ഡോക്യുമെന്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പൂപ്പന്റെ പേരറിയാം. അപ്പൂപ്പന്റെ അച്ഛന്റെ പേര് എത്ര പേർക്ക് അറിയാം? ഉമ്മിണി. അപ്പൂപ്പന്റെ അച്ഛന്റെ പേർക്ക് എത്ര അറിയാം? അവരുടെ അപ്പൂപ്പനെ എത്ര പേർക്ക് അറിയാം? നമുക്കൊരു 200 വർഷം 300 വർഷം പുറകോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ 2000 വർഷങ്ങൾ വരെയുള്ള പേരും നാളും കാര്യങ്ങളും എഴുതി വെച്ചേക്കാണ് ഓരോ കുടുംബക്കാരുടെയും. മനസ്സിലായോ? വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവത്ഗീതയും അല്ലെങ്കിൽ ബൈബിളും ഖുറാനും ഒന്നും അല്ല ഇരിക്കുന്നത്. അവരുടെ വീട്ടിലിരിക്കുന്നത് എൻ്റെ ബ്ലഡാ, ഫാമിലി ട്രീ ആണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്നും അറിയത്തില്ല. നമുക്കിതൊന്നും അറിയാൻ പാടില്ല എന്ന് നമ്മളുടെ ബ്രിട്ടീഷ് അണ്ണന്മാരും മുഗൾ അണ്ണന്മാരും വൃത്തിയാ തന്നിട്ടുണ്ട്. എല്ലാം വന്ന് നശിപ്പിച്ചും പൊട്ടിച്ചും കളഞ്ഞ് അവർ നമ്മളുടെ റൂട്ട്സ് മുഴുവൻ കട്ടിച്ച് കളഞ്ഞ്. അപ്പോൾ എത്യോപ്യയിൽ ഇത് ഡിഫറെൻ്റ് ആണ്. അവിടെ എല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇൻവേഷൻസ് ഉണ്ടായിട്ടില്ല, കോളനൈസേഷൻസ് ഉണ്ടായിട്ടില്ല. ഒറിജിനൽ ടെക്സ്റ്റ്, ഒറിജിനൽ കൾച്ചേഴ്സ്, ലീനേജ് എല്ലാം പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ലീനേജ് ട്രേസ് ബാക്ക് ചെയ്യുമ്പോൾ ലിറ്ററലി നോവ എന്ന് പറയുന്ന ആളുടെ മോൻ്റെ സ്ഥലത്ത് വരെ ഇവർക്ക് ട്രേസ് ചെയ്ത് വെച്ചേക്കുവാണ്. അയാളുടെ പേര് ഷ്യാം, SHAM അല്ലെങ്കിൽ CHAM അല്ലെങ്കിൽ HAM, ഹാം ഷ്യാം ചാം എന്ന് പറയുന്ന ഒരു പേര് നോവയുടെ പുത്രനിൽ വരെ നമുക്കുണ്ട്. അവിടെ എഴുതി വെച്ചേക്കാണ്. ഇപ്പം നമ്മളുടെ 100 എന്ന് പറഞ്ഞ് പോകുമ്പോൾ. അപ്പം ഈ സ്റ്റോറി ആദ്യമായിട്ട് ജൂതന്മാരാണ് കണ്ടുപിടിക്കുന്നത്. എത്യോപ്യയിൽ വന്ന് ജൂതന്മാർക്ക് കിട്ടും. ജൂതന്മാർ വന്ന് നോക്കിയപ്പോൾ ഈ ഷ്യാം നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നോക്കിയപ്പം ജൂത ഹീബ്രു ബൈബിളിനകത്ത് എത്യോപ്യയായിട്ട് ഒരു ബന്ധമില്ല. അവരുടെ ബൈബിളിനകത്ത് ഹീബ്രു വേറൊരു കൾച്ചറിലുണ്ടായ അവരുടെ ദൈവത്തിന്റെ അവിടുന്ന് കിട്ടിയെന്ന് പറയുന്ന അറിവിനകത്ത് നോവയുടെ മകന്റെ പേരിൽ ഒന്ന് ഷ്യാം എന്നാണ്. അവരുടെ അതിനകത്ത് ഒരു ഒറ്റ പേജിലേ ഉള്ളൂ ഷ്യാം, നോവയുടെ മകൻ പുത്രൻ ഷ്യാം എന്നാണ്. ഇവിടെ ഷ്യാമിനെ പറ്റി കഥ എഴുതി വെച്ചേക്കുക. നോവയുടെ മകനാണ്, അവ ഇവിടാണ് ജീവിച്ചത്, അവ ഇത്ര നാൾ വരെ ജീവിച്ചു, അവന്റെ മകനാണ്, യെസ് എന്ന് പറഞ്ഞാൽ എല്ലാം എഴുതി വെച്ചേക്കാണ്. അപ്പം ജൂതന്മാര് ഈ സ്റ്റോറി ഇത് ചെയ്തു. അങ്ങനെയാണ് ലോകം അറിയുന്നത് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നമ്മളുടെ കഥകളിലെ എല്ലാം അറ്റവും മുറിയും നമ്മളുടെ കയ്യിലുള്ളത് ഇവന്മാരുടെ ഫുള്ള് ഇരിപ്പുണ്ട്. തീർച്ചയായും ഇത് നല്ലതുമാണ് പന്നലുമാണ്. അപ്പോ പക്ഷെ അവർക്ക് അറിയേണ്ടത്, അവർക്ക് പറയേണ്ടത് മാത്രം. അതെ. പക്ഷെ എത്യോപ്യയുടെ ഒരു ഗുണമുണ്ട്. അവർ ഈ കഥയും പറഞ്ഞുകൊണ്ട് കൊടിയും കൊട്ടി കുരിശും കൊണ്ട് വേറെ രാജ്യങ്ങളിലോട്ട് പോകുന്നില്ല. അവരവിടെ തന്നെ സമാധാനമായിട്ടിരുന്നു. അപ്പം അതാണ് ഈ എത്യോപ്യ എന്ന് പറയുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. അങ്ങനെ എത്യോപ്യയിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്യോപ്യയിലാണ് ഇപ്പോൾ ഉള്ളതിനകത്ത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബൈബിൾ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാൻഡായിട്ടുള്ള ബൈബിൾ ഉള്ളത്. ആ ബൈബിള് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന കിങ് ജെയിംസ് ബൈബിൾ എന്ന് പറയുന്ന ബൈബിളിനെ കാട്ടി ഭയങ്കര പഴയതാണ്. എത്യോപ്യൻ ബൈബിൾ. അതെ, നമ്മളിപ്പോൾ എല്ലാവരും വായിക്കുന്നത് കിങ് ജെയിംസ് ബൈബിളാണ്. അത് ഏകദേശം 1611 എന്ന് പറഞ്ഞാൽ 1611 400 വർഷം ആയതേ ഉള്ളൂ. അതിനകത്ത് ഈയിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു. 400 വർഷമേ ആയിട്ടുള്ളൂ നിങ്ങൾ വായിക്കുന്ന ബൈബിൾ ഉണ്ടായിട്ട്. കിങ് ജെയിംസ് ബൈബിള് 2 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം കൂടെ വെട്ടിക്കുറച്ച് 15 മിനിറ്റേ ഉള്ളൂ. അതെ കറക്റ്റ്. അതുപോലെ ഈ പുള്ളി എന്ന് പറഞ്ഞത് ദൈവപുത്രനെ ഒന്നും അല്ല. ഈ കിങ് ജെയിം എന്ന് പറയുമ്പോൾ അയാൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ഒരു രാജാവാ. അയാൾക്കപ്പം ബൈബിളിനകത്ത് ഇന്നിന്റെ കഥകൾ ഇഷ്ടമല്ലാന്ന് തോന്നി, ഇയാളുടെ ആളുകൾക്ക് ഇന്നിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നി, അയാൾ പിടിച്ച് വെട്ടി നിരത്തി എല്ലാം സെൻസർ ചെയ്ത് ഇത്രയും ബുക്കുള്ളത് ഇത്രയാക്കി കുറെ കഥകളും ക്യാരക്ടേഴ്സും മൊത്തം ഡിലീറ്റ് ചെയ്തു. അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ബുക്കിനകത്ത് നെഫലിംസിനെ പറ്റിയും നാഹസ് എന്ന് പറയുന്ന റെപ്റ്റിലിയൻസിനെ പറ്റിയും സെറാഫിം എന്ന് പറയുന്ന വേറൊരു ജീവികളെ പറ്റിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പുതിയ ബൈബിളിനകത്ത് ഇല്ല. ഇതെല്ലാം പണ്ട് പ്രീ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഇവോൾവ് സ്പീഷീസ് ആണെന്നും അവർ മനുഷ്യന്മാരുമായിട്ട് ജീവിച്ചിരുന്നുവെന്നും നമ്മൾ അവരുമായിട്ട് ട്രേഡ് ചെയ്തിരുന്നെന്നും ഓരോരുത്തരും ഓരോ കോണ്ടിനെന്റുകളിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നെന്നും ഒക്കെ നമ്മളുടെ എത്യോപ്യൻ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് തോന്നിയത്, ഞാനിതൊരു കോൺസ്പിറസി ആയിട്ട് എടുത്ത് കളഞ്ഞ അൺടിൽ ഈ
സോ കോൾഡ് ന്യൂ ഡേ ഇംഗ്ലീഷ് ത്രോൺസിലിരിക്കുന്നവർ എത്യോപ്യൻ ബൈബിൾ കത്തിക്കാനും നശിപ്പിക്കാനും മറച്ചു വെക്കാനും അവരുടെ ബ്രിമ്മിൽ ശ്രമിക്കുന്നുണ്ട്. അവർ ശ്രമിക്കുന്നു. എത്യോപ്യൻ ബൈബിള് കിട്ടിക്കഴിഞ്ഞാൽ പല ത്രോണിൽ ഇരിക്കുന്ന രാജാക്കന്മാരും പറയുന്നത് എത്യോപ്യൻ ബൈബിള് കിട്ടിയാൽ കത്തിച്ച് കളയുക, അത് കീറിക്കളയരുത്, അത് എടുത്ത് കളയരുത്, വായിക്കരുത്, തുറക്കരുത്, കത്തിച്ച് ഇല്ലാതാക്കുക. അങ്ങനെയാണ് അവർ പറയുന്നത്. അതൊരു രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തങ്ങ് പോവാ. ബ്രെയിൻ വാഷ് ചെയ്ത് പോവാണ്. അപ്പം ഈ പല പല സ്പീഷീസുകൾ പല പല കോണ്ടിനെന്റ്സിൽ ജീവിച്ചിരുന്നു. അവർക്കെല്ലാം പല പല ദൈവങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും ദൈവങ്ങൾ കണ്ട പോലെ വേറൊരു സ്പീഷീസ് ഉണ്ടായിരുന്നു. അവര് സ്പീഷീസ് ജീവിച്ചിരുന്ന ഹെവനിലാണെന്നും ഹെവൻ ചിലപ്പോൾ വേറൊരു കോണ്ടിനെന്റ് ആയിരിക്കാം. അപ്പം ചിലപ്പോൾ ഇതേപോലെ മണ്ണിന്റെ അടിയിലുള്ള ഒരു സിറ്റി ആയിരിക്കാം. കറക്റ്റ്. അപ്പോൾ ഡിഫറെന്റ് ലൈഫ് സ്റ്റൈല്, അണ്ടർഗ്രൗണ്ട് സിറ്റീസ്, ഇമ്മോർട്ടൽ ആവാൻ പറ്റി എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവി ആവാൻ പറ്റുന്ന മെഡിസിൻസിനെ പറ്റി, വലിയ ജീവിതം കൂട്ടാൻ പറ്റുന്ന ട്രീകളെ പറ്റി, ഹീലിംഗ് വാട്ടറിനെ പറ്റി, അണ്ടർ വാട്ടറിൽ ജീവിക്കുന്ന ഹ്യൂമനോയിഡ്സിനെ പറ്റി, ഇതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, എത്യോപ്യൻ ബൈബിളിൽ. അത് മാത്രമല്ല ടെലികിനീസിസ്, റൈക്കി ഹീലിംഗ്, കളരി, തന്ത്ര, മന്ത്ര, അമൃതം എന്ന് പറയുന്ന സാധനം, ഹോമരസം എന്ന് പറയുന്ന സാധനം, ന്യൂക്ലിയർ ടെക്നോളജി, ഏൻഷ്യൻ ടെക്നോളജി, മിസൈൽസ്, വിമാനാസ്, ഇതിനെ പറ്റി എല്ലാം ഈ എത്യോപ്യൻ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എത്യോപ്യൻ ബൈബിൾ നമ്മൾ കൂടുതൽ ഒരു മതവും വിശ്വസിക്കാത്ത ഒരാൾ എത്യോപ്യൻ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഹിന്ദു വേദാസ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഏകദേശം സെയിമാണ്. ക്യാരക്ടേഴ്സിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആള് ബൈബിളിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നോക്കി. റൈക്കി ഹീലിങ്ങും ഈ പറഞ്ഞ കാര്യങ്ങളും സ്പിരിച്വാലിറ്റി എല്ലാം, ഇതെല്ലാം നമ്മുടെ രാജാക്കന്മാരും ക്രിസ്ത്യാനിറ്റിയും ഡിലീറ്റ് ചെയ്തു. കാരണം നിങ്ങൾക്ക് റൈക്കി ഹീലിംഗ് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ റൈക്കി ഹീലിംഗ് അറിഞ്ഞ് നിങ്ങളുടെ കൈ ഇത്രയും മുറിഞ്ഞു പോയി, നിങ്ങൾ മന്ത്രമൊക്കെ ചൊല്ലി ഷൂ എന്ന് പറഞ്ഞു ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഇൻഡസ്ട്രികൾ എന്തിനാ? അതെ, മനസ്സിലായോ? ടെലികിനീസിസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇന്ത്യൻ സ്കൂൾസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാണുന്ന എത്ര പേർക്ക് അറിയാം? എന്ന് പറഞ്ഞാൽ ദി എബിലിറ്റി ടു മൂവ് ഒബ്ജക്ട്സ് ത്രൂ ദ പവർ ഓഫ് തോട്ട്സ്. അതെ, നിങ്ങൾക്ക് അത് അബ്സേർഡ് ഐഡിയ കിട്ടും. ജസ്റ്റ് ഗൂഗിൾ ഇട്ട്, യൂട്യൂബിൽ വീഡിയോ ഉണ്ട് പിള്ളേർ പമ്പരം കിടക്കുന്നത്. അതെ, അല്ലെങ്കിൽ സ്കൂൾസ് ഉണ്ട് പഠിപ്പിക്കുന്നത്. എനിക്കൊന്ന് ശ്രീ രവിശങ്കറിന്റെ സ്കൂളിലൊക്കെ പണ്ട് പഠിപ്പിച്ചിരുന്നു വിശ്വാസമുണ്ട്. അതിനകത്ത് കുറെ കോൺട്രവേഴ്സീസും ഉണ്ട്, നിങ്ങൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എക്സിസ്റ്റ് എങ്കിലും ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇത്രയും കാര്യങ്ങളെല്ലാം ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൺഡേ ടു ഫ്രൈഡേ ആർക്കും വേണ്ടാത്തൊരു ജോലിക്ക് പോയി വീട്ടിലെ കാര്യവും നടക്കത്തില്ല, കയ്യിൽ പൈസയില്ല, നിങ്ങൾ ഹാപ്പിയല്ല, വീട്ടുകാർ ഹാപ്പിയല്ല, നിങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമോ? നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടാക്കാനുള്ള പവർ ദൈവം തന്ന, അല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെ വേണമെന്നുള്ള ഒരു ബുക്ക് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവികളായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എന്തെങ്കിലും ഇതിനൊരു മാറ്റം വരും. പ്രത്യേകിച്ച് ഈ ചാനൽ കാണുന്നവർ ഏത് രീതിയിലുള്ളവരാണെന്ന് നമുക്ക് എന്നെപ്പോലെയും ഇവനെ പോലെയൊക്കെ ഉള്ള ആളുകളാണെന്ന് അറിയാം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ ആ ഒരു ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങളൊരു പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ ഈ വർഷമായിരിക്കാം, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞായിരിക്കാം. എന്തായാലും അത് നിങ്ങളുടെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കും. അപ്പം അത് പോട്ടെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സ്വാമി പപ്പുവാനന്ദൻ. അതല്ല, അപ്പോൾ ഈ കിങ് ജെയിംസ് ബൈബിളിൽ 66 ബുക്സ് ഉണ്ട്. അതെ, ചെറിയൊരു ലൈബ്രറി ആണ്. ആ 66 ബുക്ക് എന്ന് പറയുമ്പോഴും നമ്മൾ ഈ 66 എന്ന് പറയുമ്പോഴും കിങ് ജെയിംസ് ബൈബിൾ മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം അതിനകത്ത് ഒരു ബുക്ക് ഇത്രേ ഉണ്ടായിരുന്നു പണ്ട്. അതെല്ലാം അതിനകത്തുനിന്ന് 4 പേജ് എടുക്കുക, വേറൊരു ബുക്കിൽ നിന്ന് 3 പേജ് എടുക്കുക, എന്നാലും അവിടെ 2 പേജായി, 2 ബുക്കായി. മനസ്സിലായോ? നമ്പറിൽ ഭയങ്കര വലുതാണ്. പക്ഷെ വേറൊരു കാര്യം അറിയോ, നമ്മുടെ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാ? നളന്തയാണോ? ആ ബുക്കിനകത്ത് അവിടുത്തെ നിന്ന് നമുക്ക് ഈ പുരാണങ്ങളും മഹാഭാരതങ്ങളും പറയപ്പെടുന്നത് 99% ഓഫ് ദ പുരാണാസ് ഗോട്ട് ബേൺഡ്. ആ ഒരു റെസ്റ്റ് 1% നിന്ന് അബൻഡൻസ് ഓഫ് നോളജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ജന്മം പോരെ വായിച്ചു തീർക്കാം. അതെ അതെ അതെ, അത്രയും വലിയൊരു സാധനത്തിൽ നിന്ന് കണ്ടൻസ് ചെയ്ത് നിങ്ങൾ ചെറിയൊരു ബുക്കാക്കിയപ്പോൾ ഇത് 66 88 ബുക്കും കണ്ടില്ല. അതെ, 66 ബുക്ക് ചെറുതാക്കി ഇത്രയുള്ളൊരു ബൈബിൾ ആക്കിയെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പം അത് പോട്ടെ. അപ്പം കിങ് ജെയിംസ് ബൈബിൾ 66 ബുക്കാണ് എടുത്തിട്ടുള്ളത്. എത്യോപ്യൻ ബൈബിളിൽ ഇപ്പോഴും 88 ബുക്കുണ്ട്. എത്യോപ്യൻ ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ഓൾഡ് ടെസ്റ്റ്മെന്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് അറിയാത്ത കുറേ ടെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അത് എവിടെ നിന്ന് വന്നു, എന്തിന് വന്നു ഒന്നും അറിയത്തില്ല.
ഇനിയും ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ എത്യോപ്യൻ ബൈബിളിനകത്തെ ബുക്സും സ്ക്രോൾസും എല്ലാം ക്രിസ്ത്യാനിറ്റിയെക്കാട്ടിയും പഴക്കമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എത്യോപ്യൻ ബൈബിൾ ഈസ് ഓൾഡർ, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നതാണ്, ഓൾഡർ ദാൻ ക്രിസ്ത്യാനിറ്റി ഇറ്റ് സെൽഫ്. എന്ന് പറഞ്ഞാൽ ബൈബിളിനെ പ്രീഡേറ്റ് ചെയ്യും ഈ എത്യോപ്യൻ ബൈബിൾ. ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിറ്റിയെയും പ്രീഡേറ്റ് ചെയ്യും എത്യോപ്യൻ ബൈബിൾ. എന്ന് വെച്ചാൽ എത്യോപ്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവരൊരു കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ്. ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, അതിനെ ബൈബിൾ എന്ന് വിളിക്കുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ അതിലൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, എത്യോപ്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവരൊരു കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ്. ആ കൾച്ചർ വേറൊരു കൂട്ടം യൂറോപ്യൻസ് വന്ന് എടുത്ത് വെട്ടിമുറിച്ച് അവർക്ക് വേണ്ടുന്നത് മാത്രം എടുത്ത് എന്നിട്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പേരിട്ടതാണ്. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണോ ദൈവം കമാൻഡ് ചെയ്തത് അതാണ് എത്യോപ്യക്കാർ ജീവിക്കുന്നത്. യൂറോപ്യൻസും ഇന്ത്യൻ ക്രിസ്ത്യൻസും ബാക്കി അമേരിക്കൻ ക്രിസ്ത്യൻസും എല്ലാം ജീവിക്കുന്നത് വെത്തിക്കാൻ മിനിസ്ട്രി തീരുമാനിക്കുന്ന പോലെയാണ്. യെസ്, അവിടെ ഗോഡ് റൂൾ ചെയ്യുന്ന ഒരു രാജ്യമേ ഇപ്പോൾ ഉള്ളൂ എത്യോപ്യ. ഗോഡ് റൂൾ ചെയ്യുന്ന വേറൊരു രാജ്യമാണ് റഷ്യ. റഷ്യൻ എത്യോപ്യൻ ബൈബിളും എല്ലാം അക്സെപ്റ്റ് ചെയ്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒന്നും റഷ്യ ഇഷ്ടമല്ല. അതെ, അത് വേറെ കാര്യം. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ബ്ലാക്ക് ജീസസ് ആണെന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. അത് പോട്ടെ, നമുക്ക് അടുത്തോട്ടം പറയാം. അപ്പോൾ ഓൾഡസ്റ്റ് ക്രിസ്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഏതാന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് കാത്തലിക് മിനിസ്ട്രി ആണെന്നാണ് വെത്തിക്കനിലെ. യഥാർത്ഥത്തിൽ അത് കാത്തലിക് മിനിസ്ട്രി അല്ല. ഓൾഡസ്റ്റ് ആയിട്ട് ക്രിസ്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ചാണ്. അവർ വിശ്വസിച്ചിരുന്ന ആ കൾച്ചറിന്റെ അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ അവര് ഇങ്ങനെ ഞങ്ങളുടെ ഒരു മതം എന്നൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. അവർ വിശ്വസിച്ചിരുന്ന ആ നോഷന്റെ പേരാണ് ടെവാഹ്ഡോ. അവര് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ആ ബുക്കുകൾ എഴുതിയ ഭാഷയുടെ പേരാണ് ജീസ്. മനസ്സിലായോ? JEEZO എന്നൊക്കെ പറയാം, ജീസ് എന്ന് പറയാം. അപ്പം എത്യോപ്യൻ ഹിസ്റ്ററി ബുക്കുകളിൽ വേറൊരു ബുക്കിനെ പറ്റി പറയുന്നുണ്ട്, കെബ്ര നഗാസ്റ്റ്. KEBRANAGAST, കെബ്ര നഗാസ്റ്റ്. അത് അവരുടെ വലിയ ഹോളി ബുക്കാണ്. അവരുടെ കൾച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അവരുടെ സ്റ്റോറീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ഹോളിയസ്റ്റ് ബുക്കാണ് അവരുടെ കെബ്ര നഗാസ്റ്റ്. അപ്പോൾ ഈ ബുക്കിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ ബുക്കിനകത്തൂടെ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ഇത് ഇവർ ബാൻ ചെയ്യാൻ നോക്കുന്നതെന്ന്. എന്നാൽ കെബ്ര നഗാസ്റ്റിൽ ഒരു സ്റ്റോറി ഉണ്ട്. 10th century BC ആ സ്റ്റോറി നടക്കുന്നത്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥ. ഒരു എത്യോപ്യൻ റൂളറും ഒരു ബിബ്ലിക്കൽ ക്വീനും കൂടി ജെറുസലേമിലേക്ക് പോകുന്ന ഒരു കഥയാണ്. ഈ റൂളറും ക്വീനും കൂടി ജെറുസലേമിലെത്തി കിങ് സോളമനെ കാണുന്ന കഥയാണ് എഴുതി വെച്ചേക്കുന്നത്. കണ്ട രാജാവിൻ്റെ പേര് കിങ് സോളമൻ, അല്ലാതെ നമ്മളുടെ പോയി കണ്ട രാജ്ഞിയുടെ പേര് ക്വീൻ ഷീബ. അപ്പം ഈ ഇവർ പോയത് അഡ്വൈസിനും റോയൽ വിസിറ്റിനും ആദ്യമായിട്ട് രണ്ട് കൾച്ചർ തമ്മിൽ മീറ്റ്. ഇപ്പൊ അമേരിക്കക്കാർ റഷ്യയിലോട്ട് ആദ്യമായിട്ട് പോകുന്ന അമ്മാതിരി സാധനമാണ്. അപ്പം ഈ കഥ നമ്മളുടെ KGBയിലും ഉണ്ട്. അക്സെപ്റ്റബിൾ ആയിട്ട് കാനൺ ആയിട്ട് ഈ കിങ് ഷീബ സോളോമനെ കാണാൻ പോകുന്നതും കണ്ടിട്ട് തിരിച്ചു വരുന്നതുമായിട്ടുണ്ട്. അതെ, പക്ഷേ നമ്മളുടെ ബൈബിളിൽ ആ കഥ ഇങ്ങനെ കണ്ടുപോയി 2 പേജ് കഴിഞ്ഞ് തീർന്നു, ഒരു ബുക്ക് അങ്ങ് തീർന്നു. ഞാൻ പറഞ്ഞില്ല 66 ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബുക്കിൽ 2-3 പേജേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളുടെ എത്യോപ്യൻ ബൈബിളിൽ ഈ കഥ തീരുന്നില്ല. എത്യോപ്യൻ ബൈബിൾ ഉണ്ടാവുന്നതിന് മുന്നേയും ക്രിസ്തു ഉണ്ടാവുന്നതിന് മുന്നേയും ഉണ്ടായ ബൈബിളാണ്. അപ്പം അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കഥയെന്ന് വെച്ചാൽ ഈ 2 റൂളേഴ്സും തമ്മിൽ മീറ്റ് ചെയ്യുന്നു, കിങ് സോളമനും ക്വീൻ ഷീബയും. ഇവർക്ക് ഒരു മകൻ ഉണ്ടാവുന്നു. മകന്റെ പേരാണ് മെനേലിക്, MENEYLEK. നിങ്ങൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കാം. മെനലിക് എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടാവുന്നു. അങ്ങനെ മകൻ ഉണ്ടായിട്ട് ക്വീൻ ഷീബ മെനലിക്കിനെയും കൊണ്ട് എത്യോപ്യയിലോട്ട് തിരിച്ചു വരുന്നു. അവനെ അവിടെ എംപറർ ആക്കുന്നു. അങ്ങനെ അവൻ്റെ മെനലിക് എന്ന് പറയുന്ന ഒരു റോയൽ ബ്ലഡ് ലൈനും തുടങ്ങി ഒരു ഹൈബ്രിഡ് ആയിട്ട് അവിടെ ഒരു പുതിയ ബ്ലഡ് ലൈനും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് 3000 years ago. അപ്പോൾ 2012 ജനറ്റിക് എക്സ്പേർട്സ് ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി. ഇത് എനിക്കും നിനക്കും നിങ്ങൾക്കും ഒക്കെ അല്ലേ ഇത് വിശ്വസിക്കാൻ പറ്റാത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റഡി ഗ്രൂപ്പ്സും ജനറ്റിക് എക്സ്പേർട്സിനും ഒക്കെ ഇതിന് എവിഡൻസ് കിട്ടി അവിടെ പോയി അന്വേഷിച്ചു. അവിടെ പോയി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ കണക്ക് രാവിലെ ബാഗ് എടുത്തുകൊണ്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ കണക്കല്ല.
ലോകത്തിലെ എല്ലാ ഇവിടുന്നും റിപ്പോർട്ട്സ് വാങ്ങിക്കണം, അനുമതി വാങ്ങിക്കണം, കോടിക്കണക്ക് രൂപയുടെ ടെസ്റ്റുകൾ നടത്തണം. ഇതെല്ലാം അപ്രൂവലൊക്കെ വാങ്ങിച്ചു പോകണമെങ്കിൽ ദേ ഹാവ് ടു ബി 100% സർട്ടൻ. അല്ലാതെ അവർ പോയില്ല. പോകാൻ ഒന്നാമത് സ്മിത്സോണിയൻ സമ്മതിക്കില്ല. അങ്ങനെ അവർ പോയി. അങ്ങനെ അവരൊരു പുതിയൊരു ജനറ്റിക് കണ്ടുപിടുത്തം നടത്തി. എന്ന് പറഞ്ഞാൽ ഏകദേശം 3000 വർഷങ്ങൾക്ക് മുന്നേ ഒരു ജനറ്റിക് മിക്സിംഗ് നടന്നു വന്നു. എത്യോപ്യൻ ജീനിലേക്ക് എയ്തർ ജെറുസലേം അല്ലെങ്കിൽ ഈജിപ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ എവിടുന്നോ നിന്നോ ഒരു ബ്ലഡ് ലൈൻ വന്ന് ഫുൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നും ആ ബ്ലഡ് ലൈനിനെ പറ്റി അവർ പഠനം തുടങ്ങാൻ കൂടുതൽ കാശും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞ് അവർ ഹയർ അതോറിറ്റീസിനും എല്ലാം അപേക്ഷിച്ചു. അപ്പം എന്താ സംഭവിച്ചത് നമുക്ക് നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾക്കും അറിയാം. സ്റ്റഡി നിർത്തി, ഇനി നിങ്ങൾ പഠിപ്പിക്കണ്ട, മതി എന്ന് വെച്ചാൽ അവരെ എവിഡൻസ് കണ്ടെത്തി 3000 വർഷങ്ങൾക്ക് മുന്നേ. അങ്ങനെ ഈ എത്യോപ്യൻ ബൈബിളിനകത്ത് കാര്യമുണ്ടെന്നും ഈ എത്യോപ്യൻ ബൈബിളിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഷ്യാം എന്ന് പറയുന്ന നോവയുടെ മോൻ ഈ 3000 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ബ്ലഡ് കൊയിലേഷൻ ഇതെല്ലാം സയന്റിഫിക്കലി തെളിഞ്ഞു തുടങ്ങി. ജനറ്റിക് മിക്സിംഗ് ഉൾപ്പെടെ സയന്റിഫിക് ജനറ്റിക് മിക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാൻ പറ്റത്തില്ല. അവർക്ക് 1+1 2 എന്ന് പറയുന്ന പോലെ അവർക്ക് മിക്സിംഗ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ എത്യോപ്യൻ ബൈബിളിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇവർ ഇത് നേരത്തെ എഴുതി വെച്ചേക്കുക അതാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി. അപ്പം എല്ലാ കഥകളും മാച്ച് ചെയ്യുന്നുണ്ട്. എത്യോപ്യൻ ബൈബിളും ബൈബിൾ സ്റ്റോറീസും മാച്ച് ചെയ്യുന്നുണ്ട്. ബൈബിൾ സ്റ്റോറീസ് പകുതിയേ ഉള്ളെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ സയൻറ്റിഫിക് എവിഡൻസുകളെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ബൈബിളിലെല്ലാം സെൻസേർഡ് ആണ്. എത്യോപ്യൻ ബൈബിളിൽ ഒന്നും സെൻസർ ചെയ്തിട്ടുമില്ല, ചെയ്യാനും പറ്റത്തില്ല, ഇനി ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. അങ്ങനെ വെത്തിക്കാൻ അല്ലെങ്കിൽ കാത്തലിക് മിനിസ്ട്രി ഈ ബാൻഡ് ആയിട്ടുള്ള ബൈബിൾ അല്ലെങ്കിൽ ഈ എത്യോപ്യൻ ബൈബിൾ ബിലീവേഴ്സ് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവർ വായിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരൊരു ഫ്രീ സൊസൈറ്റി ആയിട്ടല്ലേ അവരത് പറയുന്നത്. അപ്പം അവരങ്ങനെ പറയത്തില്ല. ഇപ്പം പല പള്ളികളിലും ഞാൻ കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്, നേരിട്ടല്ല ഞാൻ അറിഞ്ഞ കാര്യമാണ്. എലക്ഷൻ നടക്കാൻ നേരത്ത് പള്ളിയിലച്ചന്മാർ ബിലീവേഴ്സിൻ്റെ വോട്ട് പിടിച്ചു വാങ്ങിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം തോമസ് എന്ന് പറയുന്ന ഒരാൾ ഇലക്ഷൻ നിൽക്കുന്നതെന്ന് വെച്ചോ, പള്ളിക്ക് ആവശ്യമുണ്ട്, പള്ളിയുടെ മതപരമായോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പരമായോ അയാൾ ജയിക്കണമെന്ന് അജണ്ട ഉള്ള ഒരാളാണെങ്കിൽ എല്ലാവരും നാളെ തോമസിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പള്ളി വെച്ച് അകത്തു പോകും. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പം സുരേഷ് ഗോപിക്ക് കേസ് വന്നേക്കുന്നത്. അപ്പം പള്ളിയിലച്ചന്മാരെന്തോ പറയും, എല്ലാവരും തോമസിന് വിജയത്തിന് വേണ്ടി കണ്ണടച്ച് 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, ഈശോ മിശിഹായ അയാളുടെ കൂടെ ഉണ്ടാവട്ടെ, അങ്ങനെ ഒരു സംഭവം കൊടുക്കും. അത് യഥാർത്ഥത്തിൽ ഫോഴ്സിങ് ആണ്. പിന്നല്ലേ? അതെ, അത് ബിലീവറിനെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ന്യൂട്രലാണ്, നിങ്ങൾക്ക് ഇതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ എത്ര വൃത്തികേടാണെങ്കിലും ഞാൻ അത് പറയുന്നത്. ഹിന്ദുസ് ഇനി മുതൽ RSS അല്ലെങ്കിൽ BJPക്കും, ക്രിസ്ത്യൻസ് കോൺഗ്രസിനും കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം മുസ്ലിംസ് LDFും UDFും പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മതപരമായിട്ടാണ് ഇന്ത്യയിൽ വോട്ടിംഗ് നടക്കുന്നത്. നമ്മൾ എത്ര സെക്യുലർ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ കണ്ണടച്ച് ഒരു കമ്മ്യൂണൽ സൊസൈറ്റി ഇല്ല. അതെ, വളരെ വൃത്തിയായിട്ട ഒരു സൊസൈറ്റിയാണ്. ക്രിസ്ത്യൻസ് പള്ളിയിൽ നിന്ന് കോൺഗ്രസിന് കൊടുക്കും, അമ്പലത്തിൽ നിന്ന് എന്താ പറയുന്നത് BJPക്ക് കൊടുക്കും, LDFും UDFനും കളി മാറി മുസ്ലിംസ് വോട്ട് ചെയ്യും. അവരുടെ പവർ ഡൈനാമിക്സ് LDF ജയിച്ചാലും UDF ജയിച്ചാലും മുസ്ലിംസ് ജയിക്കും. സെക്യുലറിസം പറഞ്ഞാലും അവരുടെ നമ്മുടെ സൊസൈറ്റിയുടെ അടിത്തട്ട് കമ്മ്യൂണലിസം. അതെ. അപ്പൊ കമ്മ്യൂണലിസം അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞ് ബാൻ ചെയ്ത് വെച്ചേക്കാണ് ഈ ബൈബിള്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും, ഇതുപോലുള്ള കഥകൾ വെളി വന്നാൽ എന്താ? ഈ ക്വീൻ ഷീബയ്ക്ക് മകനുണ്ടായി എന്നുള്ള കാര്യം ബൈബിൾ മറച്ചു വെക്കുന്നത് എന്തിനാ വെറുതെ ഒരു സെൻസർ ചെയ്യുന്നത് കഥ? ഈ കഥകൾ എന്തിനാണ് സെൻസർ ചെയ്യുന്നത്? എന്തിന് ബാൻ ചെയ്യുന്നു? അല്ലെങ്കിൽ എന്തിന് നിങ്ങളത് വായിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരണം. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇനി പോഡ്കാസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത്. പേടിക്കേണ്ട, ഈ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ഇത് പറഞ്ഞു തരാൻ നമുക്ക് കുറച്ച് കാലം മുന്നോട്ട് പോകണം. ബൈബിളിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ബൈബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മച്ച് ബിഗർ ആയിട്ടുള്ളൊരു ബുക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭയങ്കര വലിയൊരു ഗ്രന്ഥങ്ങളായിരുന്നു. ഒത്തിരി കൂടുതൽ കണ്ടൻസ് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫ്രീഡം എന്നുള്ള വാക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു ഇൻ്റർപ്രിട്ടേഷൻ. നമുക്ക് ഒരു കാര്യം വായിച്ചിട്ട് അതെനിക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരേ വാചകം അല്ലെങ്കിൽ ഒരേ ബൈബിൾ വായിക്കുന്ന 2 പേരാണെങ്കിൽ 2 പേർക്കും 2 റെവലേഷനാണ് കിട്ടുന്നത്. അതെ, ഒരാൾ ചിലപ്പോൾ നേച്ചറിനോട് അടുക്കും, ഒരാൾ ചിലപ്പം പുഴകളോട് അടുക്കും. കവിത എഴുതുന്നതിനാണെങ്കിൽ അവൻ കവിതകളോട് അടുക്കും.
അതെ അതെ, കാർപെൻട്രി ചെയ്യുന്നവനാണെങ്കിൽ അവൻ അവന്റെ കാർപെൻട്രി ആർട്ടിനോട് അടുക്കും. അങ്ങനെയുള്ളൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ മെറ്റാഫിസിക്കൽ ബുക്കായിരുന്നു ഇത്. അപ്പം അതിനെ ചില പ്രശ്നങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബൈബിൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം സ്ട്രിപ്പ് ഡൗൺ ചെയ്തു, സെൻസർ ചെയ്തു, അതെല്ലാം എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇപ്പോഴത്തെ ബൈബിള് നിങ്ങൾക്ക് വായിക്കുമല്ല, നിങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാണ്. എപ്പോഴാണ് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്നത്? കുഞ്ഞിലെ തൊട്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ബൈബിൾ ക്ലാസ്സിനോട് ഇതൊന്നും തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത്, ഇത് നിങ്ങൾ കേൾക്കുക. ഞാൻ ഇതിനെ പറ്റി വൃത്തികേടല്ല പറയുന്നത്, ഇത് ശരിയാണോ തെറ്റാണോ ഇത് എല്ലാം നിങ്ങൾ കേൾക്കുക. ഇതേ കോണ്ടെക്സ്റ്റിൽ എന്താ ഈ ഭഗവത്ഗീതയും പുരാണങ്ങളും അതിന്റെ ഒന്നും ഒരു ഡീപ്പർ മീനിങ് അറിയാതെ അതെ വെറുതെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൃഷ്ണൻ രാമൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈവങ്ങളാവുന്നത്. ഇവരൊന്നും ദൈവങ്ങളല്ല എന്നാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. അതെ, ഡെഫിനറ്റ്ലി വെസ്റ്റേൺ കമ്മ്യൂണിറ്റീസിലും ഉണ്ട്. ഇവരൊന്നും ദൈവങ്ങളല്ല, ഇവർ ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഫ്രാങ്ക് ആയിട്ട് ഞാനൊരു കാര്യം പറയാമെന്ന് ഞാൻ വിചാരിച്ചു, അത് പറയണ്ടെന്ന് വിചാരിച്ചു, പിന്നെ അത് ഞാൻ പറഞ്ഞേക്കാം. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, ഒരു പോഡ്കാസ്റ്റിൻ്റെ ഭയങ്കര ഫാനാണ് പുള്ളിക്കാരൻ. ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ പറയണം. കാരണം ചില പള്ളികൾ, എല്ലാ പള്ളികളും അയാളുടെ പള്ളി അയാളുടെ കാര്യങ്ങളും ഒന്നും വേറെ ബോട്ട്സ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫേക്ക് ആണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞത്, പുള്ളി പള്ളിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്ക് ടീച്ചിങ്സും കാര്യങ്ങളും എല്ലാം ബൈബിളിൽ പഠിപ്പിക്കുകയാണ്. നമ്മൾ എന്ത് രീതിയിലുള്ള ഡൗട്ട്സ് ചോദിച്ചാലും അതിനെ ഒരു ദൈവീക കണമായിട്ട് അല്ലെങ്കിൽ റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്ത ആൻസറുകളാണ് മെറ്റാഫിസിക്കൽ ആൻസറുകളാണ് തരുന്നത്. എന്ന് വെച്ചാൽ അത് മാത്രമല്ല, പുള്ളിയെ പഠിപ്പിച്ച പാസ്റ്റർ അല്ലെങ്കിൽ പുള്ളിയെ പഠിപ്പിച്ച ആൾ വളരെ ഒരു ബാഡ് ആയിട്ടുള്ള ആളായിരുന്നു പറയുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല. അപ്പം ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത് ഇതൊരു കോൺട്രവേഴ്സി ആവാൻ ചാൻസ് ഉണ്ടായതുകൊണ്ടാണ്. കാരണം ഹിന്ദു എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിക്കരുതെന്ന് പുള്ളിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദു തരുന്ന വെള്ളം, ഹിന്ദു സ്കൂളിൽ കൊണ്ടുവരുന്ന ആഹാരം, ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ കയറുകയോ പ്രസാദത്തിൽ തൊടുകയോ ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പുള്ളിയുടെ കമ്മ്യൂണിറ്റി. അതായത് ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഒത്തിരി ഉണ്ടല്ലോ, അതിനകത്ത് ഏതാണോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാനത് പറഞ്ഞു, അത് ബ്രോ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറയും ബ്രോ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞു ദെൻ ലീവ് ഇറ്റ്. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം, അതെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ക്രിസ്ത്യാനിറ്റി എന്ന മതത്തിനെ ബലം നിർത്തി പലരോ ആരൊക്കെയോ ഇതിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മനുഷ്യർ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 25 അല്ല 55 വയസ്സ് വരെ ഇത് ഓർക്കും. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത് ഈ സാധനം ഫ്രീഡത്തിന് നേരെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. തൊട്ടപ്പുറത്തിരിക്കുന്നവന്റെ ദൈവം, അവൻ വിശ്വസിക്കുന്ന ദൈവം വേറെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇത് വെള്ളം വാങ്ങിച്ച് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഹിന്ദു അമ്പലത്തിലാണെങ്കിലും അത് ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിലും അത് മുസ്ലിം പള്ളിയിലാണെങ്കിലും അത് തകർക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അതെല്ലാം വെളിയിൽ കൊണ്ടുവരണം. എല്ലാ സ്ഥലങ്ങളിലും മതം പഠിപ്പിക്കുന്നത് നിർത്തിക്കണം. അമ്പലത്തിലും പള്ളിയിലും മുസ്ലിം പള്ളിയിലും മതം പഠിപ്പിക്കുന്നത് നിർത്തിക്കണം. അപ്പം അത് വേറൊരു കാര്യമാണ്, അതിനകത്ത് നമ്മൾ പോകുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പറയണം തോന്നി. ചിലപ്പോൾ ഞാൻ കട്ടിയും ചിലപ്പോൾ ഞാൻ കട്ടിയില്ല. മുസ്ലിം അഡ്വൈസറി കമ്മിറ്റി ഈയിടെ പാർലമെന്റിന് റൈറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മതപരമായ ഒരു കേസ് സുപ്രീം കോടതിയിൽ ഇച്ചിരി ഇതായി. അത് ഞാൻ പറഞ്ഞുതരാം. അത് മുസ്ലിം വ്യക്തിഗത ബോർഡ് ഇൻഡിവിജ്വൽ കോർട്ട് അവര് സുപ്രീം കോടതിക്ക് താക്കീത് നൽകി. അവരാരാണെന്ന് എനിക്ക് അറിയത്തില്ല. താക്കീത് നൽകിയത് എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളികളിൽ പെണ്ണുങ്ങൾക്ക് കയറാൻ അവകാശമില്ല, അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് റിട്ടൺ ഇൻ എ റൂഡ്. അതേ ബോർഡ് ഒരു 2 വർഷം മുന്നേ വേറൊരു കമന്റ് നടത്തിയായിരുന്നു. ശബരിമലയിൽ പെണ്ണുങ്ങൾ കയറുന്നത് സെക്യുലറിസം ആണെന്നും അത് പെണ്ണുങ്ങളുടെ അവകാശമാണെന്നും കോടതിക്ക് ഇവർ നിവേദ്യം നൽകി. എന്നിട്ട് കേറ്റിയതോ ഓൺലൈൻ മീഡിയയിൽ അശ്ലീല ചിത്രം വിറ്റ് പൈസയാക്കുന്ന ഹിന ഫാത്തിമ എന്ന് പറയുന്ന ഒരു പച്ച ബീപ്പ്, അവളാണ് കേസ് കൊടുത്തതും അവളെ കയറ്റിയതും. മനസ്സിലായോ? അപ്പം ഇവിടെ സെക്യുലറിസവും കാര്യമൊന്നുമില്ല. ഒരു മതത്തിനെ നശിപ്പിച്ച് ഇറാനിൽ സൊറാസ്ട്രിയനെ നശിച്ച പോലെ ഇന്ത്യയിൽ ഹിന്ദുയിസം നശിപ്പിക്കുക എന്നുള്ളത്, ഞാൻ മുസ്ലിംസിനെ പറ്റിയല്ല പറയുന്നത്, മുസ്ലിംസിൻ്റെ മതത്തിനകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന കുറച്ച് വൃത്തികെട്ടവന്മാർ അവരിത് ട്രൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ലഷ്കർ ഇ താലിബാൻ്റെ പറയരുതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്. ലഷ്കർ ഇ താലിബാൻ എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു സംഘടനയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അവർ
LET എന്ന് പറയുന്ന അവര് പുതിയതായിട്ട് പറയും ഭാരതത്തിന്റെ മണ്ണ് ഞങ്ങൾ കീഴടക്കാൻ പോവാണ്. എന്നിട്ട് അവര് പറഞ്ഞേക്കുന്ന ഇതാണ്, എല്ലാ പള്ളികളിൽ നിന്നും എല്ലാ വീടുകളിൽ നിന്നും നിങ്ങളുടെ നമസ് എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലേ, റോഡിലിറങ്ങി റോഡ് തടഞ്ഞ് ചെയ്യണമെന്ന്. റോഡുകൾ ഇനി ഭാരതത്തിലെ തടയാൻ പോവാണ്, ഞങ്ങൾ അതിനുള്ള നീക്കം തുടങ്ങിയെന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരു ടെററിസ്റ്റ് സംഘടന വേറെ പാകിസ്ഥാനിൽ നിന്ന് ഇത് കമന്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ആളുകൾ റോഡിൽ ഇറങ്ങുമോ എന്ന് ഞാൻ ചിന്തിച്ചു. പറഞ്ഞിട്ട് ഒരാഴ്ചയായേ ഉള്ളൂ, അടുത്ത 2-3 മാസങ്ങളിൽ നമുക്ക് കാണാം. ആളുകൾ റോഡിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. ഹൗ ക്യാൻ എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ കമന്റ് പീപ്പിൾ ഹിയർ ഓൺ ഇന്ത്യ? ദീസ് ആർ ഫാക്ട്സ്. ഇത് മതമോ ഇത് വൃത്തിയോടോ അല്ല, ഇത് ഫാക്ട്സ് ആണ്. നിങ്ങൾ ഇത് സെർച്ച് ചെയ്ത് നോക്കുക. ഫാക്ട്സ് എല്ലാം പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വിമർശനം കിട്ടുന്നുണ്ട്, അത് സാരമില്ല. പിന്നെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പാകിസ്ഥാനിൽ ഇരുന്ന് പറയാണ്, ഇന്ത്യൻ മുസ്ലിംസ് ഇനി റോഡിൽ ഇറങ്ങി നിസ്കരിക്കണം, റോഡുകൾ തടയണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ പവർ എന്ന്. അവരുടെ കമാൻഡ്മെന്റ്സ് നമ്മുടെ നാട്ടില് നടപ്പാക്കുമെങ്കിൽ അത് ടെററിസ്റ്റ്. അതെ, അത് അവിടെ പ്രശ്നമാവും. അത് നമുക്ക് നോക്കാം, നമുക്ക് കാണാം. അപ്പം റോഡിൽ ഇറങ്ങിയ ആളുകളെ നിങ്ങൾ കാണുവാണെങ്കിൽ ഞങ്ങളാണ് അത് ആദ്യമേ പറഞ്ഞത്, വേറെ ആരും നിങ്ങളോട് ഇത് പറയത്തില്ല. ഈ ന്യൂസ് ഒന്നും ഒരു മീഡിയയിൽ ഇട്ടിട്ടില്ലെന്നുള്ള. അപ്പൊ അത് പോട്ടെ, നമുക്ക് അതിലോട്ട് പോവാം. അപ്പൊ അതുപോലെ തന്നെ ബ്രെയിൻ വാഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയതാണ്, തിരിച്ചു വരാം. അപ്പോ ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിലെ പുതിയൊരു ക്ലിയർലി വി ആർ നോട്ട് ട്രൈങ് ടു സ്പ്രെഡ് എനി ഫോബിയ. ഞങ്ങൾ ഇവിടെ എന്റെ പെർസ്പെക്റ്റീവോ പപ്പുവണ്ണന്റെ പെർസ്പെക്റ്റീവോ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഫോബിയ എന്ന് പറയാം. ഞങ്ങൾ അലാമിങ് ഫാക്ട്സ് ആണ് പറയുന്നത്. ഇത് പറയുന്നത് കൊണ്ട് ഞങ്ങള് മറ്റേ എന്താ പറയുന്നത്, കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ ഗോ യൂസ്. എനിക്ക് ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല, ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് ഞാനും ഇല്ല. നിങ്ങൾ കമന്റ് ചെയ്യുമല്ലോ, നിങ്ങൾ സംഖ്യയാണോ ഇതെന്ന്. ബ്രോ, ഞാനൊരു സംഖ്യയല്ല, ഞാനൊരു ഇതിലും ഇല്ല. ഞാൻ കോളേജിൽ പഠിച്ചപ്പോ ഞാൻ SFI ആയിരുന്നു, ഞാനിപ്പോ SFI അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ബുദ്ധിമോശം കാണിച്ചു. അപ്പോൾ നമുക്കിനി ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇനി മാറ്റിപ്പോല്ല, അത് ക്ലിയർ ഔട്ട് ചെയ്യണം. അപ്പോൾ എന്താ പറയുന്നത്, ഈ ബൈബിള് അല്ലെങ്കിൽ ജീസസ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും അല്ല മരിച്ചത്. ജീസസ് മരിച്ചത് ഫ്രീഡത്തിന് വേണ്ടിയും, ജീസസ് മരിച്ചത് ബാക്കിയുള്ള ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ആയിട്ടും അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിനായിട്ടാണ്, സിംബോളിക് വേ ആയിട്ടാണ് മരിച്ചത്. ബൈബിളിലെ റിലീജിയന് വേണ്ടി അല്ല ജീസസ് മരിച്ചത്. ഇൻഫാക്ട് ബൈബിളിനകത്ത് ക്രിസ്ത്യാനിറ്റി എന്ന വാക്ക് ഒരു വട്ടം പോലും മെൻഷൻ ചെയ്തിട്ടില്ല. മനസ്സിലായോ? ക്രിസ്ത്യാനിറ്റി എന്ന വാക്ക് ബൈബിളിലേ ഇല്ല. ഇനി അത് പോട്ടെ, റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു വാക്ക് ബൈബിളിലില്ല. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ChatGPT ചോദിക്കും. റിലീജിയൻ എന്നോ ക്രിസ്ത്യാനിറ്റി എന്നോ ഒരു വാക്ക് പോലും ഇല്ല. ഇതെല്ലാം വേറെ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു റിലീജിയനോ ഒരു ക്രിസ്ത്യാനിറ്റിയോ അങ്ങനെയുള്ളൊരു സാധനം ഇല്ലാത്തടുത്ത് നിന്ന് നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് നമ്മൾ ചോദിക്കണം. അപ്പോൾ ബൈബിൾ യഥാർത്ഥത്തിൽ ഉണ്ടായത് ഹീബ്രു ലാംഗ്വേജിലാണ്. ഫസ്റ്റ് ട്രാൻസ്ലേഷൻ സെൻറ്റ് ജെറോം എന്ന് പറയുന്ന ഒരു സെയിൻറ്റ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹീബ്രുവിൽ നിന്ന് ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 27 ന്യൂ ടെസ്റ്റ്മെൻറ്റും 39 ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റ്മെൻറ്റ്സും കഥകളും എല്ലാം എംഫസൈസ് ചെയ്തുകൊണ്ട് വന്നത് കമ്പാഷനും എക്സ്പ്ലോറേഷൻ, സീക്കിങ്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ട്രാവലിങ്, ഏലിയൻസിനെ പറ്റിയുണ്ട്, ഡീമൺസിനെ പറ്റിയുണ്ട്, വലിയ മരങ്ങളെ പറ്റി പറയുന്നുണ്ട്, മിസ്റ്ററീസിനെ പറ്റി പറയുന്നുണ്ട്, അൺലോൺ ലാൻഡുകളെ പറ്റി പറയുന്നുണ്ട്, സർപ്പൻറ്റ് ബീയിങ്സിനെ പറ്റി പറയുന്നുണ്ട്, ചിറകുള്ള ജീവികളെ പറ്റി പറയുന്നുണ്ട്, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കോണ്ടിനെൻസിനെ പറ്റി പറയുന്നുണ്ട്. ഇത് എല്ലാം പണ്ട് നടന്ന, നമുക്ക് എത്ര വർഷം, എത്ര കോടി വർഷം, 1000 വർഷമാണെന്നൊന്നും അറിയാത്ത യുദ്ധങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു അതിനകത്തുള്ള ടെക്സ്റ്റും അതിനകത്തെ കോണ്ടെക്സ്റ്റുകളും. അപ്പോൾ ഇതെല്ലാം ചർച്ചിന് അല്ലെങ്കിൽ റിലീജിയൻ ഒരു പ്രശ്നമായി വന്നു എന്ന് പറഞ്ഞാൽ പീപ്പിള് അല്ലെങ്കിൽ സാധാ കോമൺസ് ഉണ്ടല്ലോ, നമ്മളെല്ലാം എല്ലാ വട്ടവും അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരും മണിയടിക്കുന്നവരും ഒക്കെ ഇവരെ പറ്റി ഒരു പ്രശ്നം ഉണ്ടായി. കാരണം ആളുകൾ ചർച്ച് പറയുന്നത് അല്ലെങ്കിൽ അമ്പലങ്ങൾ പറയുന്നത് കേൾക്കാതായി. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എന്താ പറഞ്ഞേക്കുന്നത്, നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ അത് വിശ്വസിക്കരുത്, നീ അതിനെ ചോദ്യം ചെയ്യുക. അതെ, അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നീ അത് ചെയ്യരുത്, നീ അതിനെപ്പറ്റി അന്വേഷിക്കുക. അതെ, നീ ലോകം മുഴുവൻ ട്രാവൽ ചെയ്യുക, നീ ഒരിടത്ത് നിൽക്കാൻ പാടില്ല,
നീ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ പുതിയ അറിവുകൾ നേടുക, പുതിയ പുതിയ സ്ഥലത്ത് പോവുക, എല്ലാം വിശ്വസിക്കുക, ഒന്നിനെയും വിശ്വസിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ പറയുമ്പം പള്ളിക്ക് ഒരാളെ കൺട്രോൾ ചെയ്യാൻ പാടാം. പള്ളി ഇപ്പോൾ പറയുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും ആളുകൾ ഇവിടെ മറ്റേതിന് വരണമെന്ന് പറയുമ്പോൾ അതെന്തിനാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അപ്പോൾ ഈ കൺട്രോൾ തിരിച്ചു കൊണ്ടുവരാൻ ഹിന്ദുസം എല്ലാ മതവും ഗീതയിലും പറയുന്നത് എത്ര അർജുനനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൃഷ്ണൻ വിടുമ്പോഴും എന്റെ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താ പറയാണ്, നീ എന്തിനാ അവൻ പറഞ്ഞ കേൾക്കാൻ പോയി? ഞാൻ പറയുന്നത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേണ്ട, ദിസ് ഇസ് ഫാക്ട്സ്. ജസ്റ്റിഫൈ ചെയ്യണം എന്നുള്ള ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഔട്ട്. നിങ്ങൾക്ക് ഇത് കേൾക്കണ്ട, ഞങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഫാക്ട്സ് ആണ്, നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഐ ആം വെരി സോറി. വെരി ട്രൂ. ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നത് പറയുമ്പം കോമന്റ് സെക്ഷനിൽ ഒരുപാട് വയലൻസ് അഗ്രഷൻ കണ്ടുകൊണ്ടാ. അത് സാരമില്ല, അതാ വരും. അപ്പോൾ ഈ പള്ളിയിൽ ഈ കൺട്രോൾ ബ്രിങ് ബാക്ക് ചെയ്യാൻ, ഈ കൺട്രോൾ വരുത്താൻ, ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 325 AD 321 AD 2 കൗൺസിൽസ് നടത്തിയവര്. കൗൺസിൽ ഓഫ് നൈസിയ, അത് മാത്രമല്ല കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന 2 വട്ടം ഇവർ കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. ഇവർ തീരുമാനം എടുത്തെന്ന് പറഞ്ഞാൽ ഈ ബൈബിളിനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഈ ബൈബിൾ ഇട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആരും പിന്നെ നമുക്ക് മതത്തിനൊന്നും നിൽക്കാൻ പറ്റത്തില്ല, ഈ ആളുകളെല്ലാം സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആണ്, ആളുകളെല്ലാം സെൽഫ് റിയലൈസ്ഡ് ആവുന്നു, ഇത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവർ ഡിസൈഡ് ചെയ്തു പുതിയൊരു ബുക്ക് ഉണ്ടാക്കാം. ഈ 88 ബുക്കും കാര്യങ്ങളും എല്ലാം ഇരിക്കുമല്ലേ, ഇതെല്ലാം നമുക്ക് എടുത്ത് കളയണമെങ്കിൽ നമുക്ക് പുതിയൊരു ബുക്ക് ഉണ്ടാക്കാം. ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു ഇലുമിനാറ്റി ഒക്കെ വന്നത്. യെസ്, ഈ പുതിയൊരു ബുക്ക് ഉണ്ടാക്കാം, എന്നിട്ട് ഈ ബാക്കിയുള്ള സ്റ്റോറീസ് എല്ലാം സെൻസർ ചെയ്യാം, എന്നിട്ട് മാത്രമല്ല ദൈവത്തിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരാളെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചെന്നും കൂടെ പറയിപ്പിക്കാം. അന്നെടുത്ത ഡിസിഷനാണിത്. ജീസസിനെ കണ്ട ഒരാളോ അല്ലെങ്കിൽ ദൈവത്തിനെ കണ്ട ഒരാളോ എന്ന രീതിയിൽ ഈ ബുക്കിനെ എഴുതിപ്പിക്കുക, ഇതെല്ലാം റെക്കോർഡറാണ്. അങ്ങനെ എന്നാലേ ആളുകൾ കൂടുതൽ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ ബുക്ക് എഴുതിപ്പിച്ചു. അങ്ങനെ ഈ സ്റ്റോറീസ് എല്ലാം നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഈ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റോറീസിൽ നിന്ന് പകുതി 2 പേജ് 3 പേജ് എല്ലാം കൂടെ എടുത്ത് പുതിയൊരു ബൈബിൾ ഉണ്ടാക്കി. ഓൾഡ് ബൈബിള് സ്പിരിച്വാലിറ്റി പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇതിനകത്ത് സ്പിരിച്വാലിറ്റി ഇല്ല. ഈ ഹെവൻ അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഹെവനിൽ എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രോസസ്. അത് ലിബറേഷനുമായിട്ടൊക്കെ ബന്ധമുള്ള കാര്യമാണ്. അതിനെ എടുത്തു മാറ്റി പുതിയ വേർഷൻ ബൈബിളിനകത്ത് ഹെവൻ ഒരു സ്ഥലമാക്കി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക, നിങ്ങൾ ടാക്സ് അടയ്ക്കുക, നിങ്ങൾ ചർച്ചിനെ ബിലീവ് ചെയ്യുക, ചർച്ചിൻ്റെ റൂൾസ് ഒബേ ചെയ്യുക, എന്നിട്ട് ചർച്ച് പറയുന്ന പോലെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹെവനിലെത്തും, അല്ലെങ്കിൽ നിങ്ങൾ ഹെല്ലിലെത്തും. സ്പിരിച്വാലിറ്റി ടു റിലീജിയസ്. അതെ, റിലീജിയസ് ആക്കി. അത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ ജീസസ് എന്ന് പറയുന്ന ആൾ, ഞാൻ ജീസസിന്റെ ഫാനാട്ടോ, ജീസസ് കണ്ടിരുന്നെങ്കിൽ അയാൾ നെഞ്ചത്തടിച്ച് കരഞ്ഞാണ്. ഇത് വളരെ ട്രൂ ആയിട്ടുള്ളൊരു കാര്യം പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പുച്ഛവും ഇല്ല. കാരണം പുള്ളി എന്തന്ന് പറഞ്ഞോ, പുള്ളി എന്ത് മനുഷ്യർക്ക് കിട്ടണമെന്ന് വിചാരിച്ചോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇന്ന് ആ മതം ചെയ്യുന്നത്. മനസ്സിലായോ? ആളുകളെ കൺട്രോളിനകത്ത് വരുത്തി അവർക്ക് വേറൊരു മതത്തിലുള്ള ആളുകളോട് ഇടപെടാൻ, അല്ലെങ്കിൽ മോണിറ്ററി ഇടപാട് വരാൻ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ അതിനൊക്കെ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിൽ, ഒയ്യോ എനിക്ക് സ്വർഗം കിട്ടൂ എന്നുള്ളൊരു തോട്ട് അവരുണ്ടാക്കി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ യേശു അവിടെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം പ്രൂഫാണെന്നുള്ള ഒരേ ഒരു ലാസ്റ്റ് റിമൈനിങ് പ്രൂഫാണ് എത്യോപ്യൻ ബൈബിൾ. മനസ്സിലായോ? ജീസസിന്റെ അല്ലെങ്കിൽ ഗോഡിന്റെ ഒറിജിനൽ ടീച്ചിങ്സ് എത്യോപ്യൻ ബൈബിളിലുണ്ട്. അതുകൊണ്ടാണ് ഈ വെത്തിക്കാൻ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവർക്ക് ഇത് ബാൻ ചെയ്യണമെന്നുള്ളത്. അത് മാത്രമല്ല 2-3 ചെറിയ എക്സാമ്പിൾസും കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ആർക്ക് ഓഫ് ബൈബിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈബിളിൽ ബുക്ക് ആർക്ക് ഓഫ് കോവനന്റ്, എക്സോഡസ് എന്ന് പറയുന്ന ഒരു ബുക്കിനകത്താണ് ആർക്ക് ഓഫ് കോവനന്റ് എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അതിനെ 200 വട്ടം ആ ബുക്കിനകത്ത് അതിനെപ്പറ്റി പറയുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇസ്രലൈറ്റ്സ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാധനമാണ് ഡെസേർട്സിലോട്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോമിസ്ഡ് ലാൻഡിലോട്ട് എത്താൻ വേണ്ടി ഈ ആർക്ക് ഓഫ് കോവനന്റ് വെച്ച വഴി കാണിക്കും, അവർക്ക് വേണ്ടുന്ന എല്ലാം കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആർക്ക് ചില സമയത്ത് എത്തുമ്പോൾ ഇത് പറന്ന് മുകളിലോട്ട് പോയി നിൽക്കും, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോകണം. മനസ്സിലായോ? ഇതിനകത്ത് പലതും വളരെ വൃത്തികെട്ട രീതിയിൽ സ്ട്രിപ്പ് ഡൗൺ ചെയ്ത് സെൻസർ ചെയ്താണ് ബൈബിളിൽ എഴുതിയേക്കുന്നത്. എത്യോപ്യൻ ബൈബിളിൽ എങ്ങനെയാണോ അത് അവർ റെക്കോർഡ് ചെയ്തത് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എത്യോപ്യൻ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, ഗോഡ് മോസസിന് 2 സ്റ്റോൺ ടാബ്ലറ്റ്സ് പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇതൊരു ആർക്കിനകത്ത് സ്റ്റോർ ചെയ്യണം. വെറും ആർക്കല്ല, ആ ആർക്ക് ഉണ്ടാക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കേഷ്യ വുഡ് എന്ന് പറഞ്ഞ തടി എടുത്തിട്ട് 2.5 ക്യൂബിറ്റ്
1.5 ക്യൂബിറ്റ് വെച്ചൊരു ബോക്സ് ഉണ്ടാക്കുക. എന്നിട്ട് ആ തടിയിടല് വെളിയിലും അകത്തും എല്ലാം ഗോൾഡ് കൊണ്ട് പൂശുക, പ്യുവർ ഗോൾഡ് ഇൻസൈഡ് ആൻഡ് ഔട്ട്. എന്നിട്ട് അതിനെ ടാബ്ലറ്റ്സ് അകത്ത് വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഗോൾഡ് കൊണ്ട് പൂശിയ ഒരു അടപ്പ് വെക്കുക. ആ അടപ്പിൽ 2 ചെറബംസിനെ പറഞ്ഞിട്ട് ചെറബംസിന്റെ 2ന്റെയും വിങ്സ് മുകളിലേക്ക് പറക്കുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും 2 വിങ്സ് മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ആ ടാബ്ലറ്റ് അകത്തിടുക. എന്നിട്ട് ഇതിനെ ക്യാരി ചെയ്യാൻ ലീവൈറ്റ് എന്ന് പറയുന്ന ട്രൈബിലെ ആളുകളെ മാത്രം കൊണ്ടേ പറ്റത്തുള്ളൂ. അവർ മാത്രമേ ഇത് എടുക്കാനും പാടുള്ളൂ. എന്നിട്ട് അത് മാത്രമല്ല, നിത്യ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് 2000 ക്യൂബിറ്റ്സ് ഏകദേശം 3/4 കിലോമീറ്റർ ദൂരെ നിന്നേ ബാക്കിയുള്ള ആളുകൾ നടക്കാവൂ. ഇത് ഫ്രണ്ടിൽ പോകണം, ആളുകൾ പുറവിലേ പോകാവൂ. ആരിതിൽ തൊട്ടാലും അപ്പോഴേ വിറച്ച് വീണ് ചാവും. റേഡിയേഷൻ ഓർ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂപ്പർ നാച്ചുറൽ സാധനമാണെന്നും ഇത് ഗോഡ്ലി സാധനമാണെന്നും ഒക്കെയാണ് ബൈബിളിൽ, KJB ബൈബിൾ, കിങ്സ് ജെയിംസ് ബൈബിൾ എഴുതി വെച്ചേക്കുന്നത്. എത്യോപ്യൻ ബൈബിളിൽ ഇതിനെപ്പറ്റി ഒന്നുമല്ല എഴുതിയേക്കുന്നത്. എത്യോപ്യൻ ബൈബിളിനകത്ത് ഇലക്ട്രിസിറ്റി കപ്പാസിറ്ററിനെ പറ്റിയാണ് എഴുതി വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വുഡൻ ഇൻസുലേറ്റർ, അതിന്റെ റൈറ്റ് സൈഡിൽ കണ്ടക്ടറായ ഗോൾഡ്, ലെഫ്റ്റ് സൈഡിൽ ഗുഡ് കണ്ടക്ടറായ ഗോൾഡ്, അതിന് രണ്ടും അടച്ചു വെച്ചിട്ട് ടാബ്ലറ്റ് എന്ന് പറയുന്ന സ്റ്റോൺ പോലുള്ള 2 സാധനം അകത്ത് കീപ്പ് ചെയ്യുന്നു. ബാറ്ററി ആയിരിക്കാം. എന്നിട്ട് അത് അടച്ചു വെക്കുന്നു. അടച്ചു വെച്ചിട്ട് നമ്മൾ എന്തോ ഇതിനെ ദൂരോട്ട് വെച്ച് കാണുന്ന ചിറക് പോലുള്ള 2 ആന്റിനാസിനെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് ഗോഡ് സംസാരിക്കുമ്പോൾ ഈ സാധനത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റും. മനസ്സിലായോ? ഇത് ടെക്നോളജിയാണ്. ഇതെല്ലാം എത്യോപ്യൻ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പുതിയ കിങ് ജെയിംസ് ബൈബിളിൽ വരുമ്പം ഇതൊന്നുമില്ല. ആർക്ക് ഓഫ് കോമണന്റ് ഗോഡ്ലിയാണ്. അതിങ്ങനെ പറന്നു വരും. അത് ചിറകുണ്ട്, ചിറക് വെച്ച് പറക്കും. ചിറകും പറക്കും ഒന്നുമല്ല. അത് ആന്റിനാസും അത് ഇൻസുലേറ്ററും അത് കപ്പാസിറ്ററും അതൊരു ഡയലക്ട്രിക് മെറ്റീരിയലിനെ പറ്റിയാണ് പറയുന്നത്. കെമിസ്ട്രിയോ ഫിസിക്സോ അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. അപ്പം അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈബിളിൽ ജെനസിസ് 28:10-19 ചാപ്റ്റർ ഇതാണ്, നിങ്ങൾ നോക്കി മനസ്സിലായിക്കോ. ജേക്കബ് ഒരു ഡ്രീം കാണും. ജേക്കബ്സ് ഡ്രീം എന്നാണ് പറയുന്നത്. അതിനകത്ത് ഗോഡ് ജേക്കബിനോട് ഹെവനിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക. ബൈബിളിനകത്ത് ദൈവം പറഞ്ഞ സാധനമാണ്. ഇതിനകത്ത് നമ്മളുടെ പുതിയ ബൈബിളിനകത്ത് ജേക്കബിന്റെ ഡ്രീമാണ്. ജേക്കബിനോട് ഒരു സ്ഥലത്ത് പോകണം. ആ സ്ഥലത്തെത്തുമ്പോൾ ഒരു ഏണി ഉണ്ടാവും. ആ ഏണിക്കൂടെ 33 സ്റ്റെപ്പ് ഉണ്ട്. ആ ഏണി കൂടെ കയറി മുകളിലെത്തിയ നീ ഹെവനിലെത്തി എന്ന് പറഞ്ഞ വെറും ഒരു കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അമർ ചിത്ര കഥയായിട്ടാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഇതേ സാധനം നമ്മളുടെ എത്യോപ്യൻ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് എക്സാക്ട്ലി തെറ്റാണ്. കാരണം ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട് ജെയിംസ് ഉറക്കത്തിൽ നീ ലാഡർ വരും. ലാഡർ എന്ന് പറഞ്ഞേക്കുന്നത് ആ ലാഡറിൽ കൂടെ 33 സ്റ്റെപ്പ് ഉണ്ട്. 33 സ്റ്റെപ്പും കയറുമ്പോൾ നീ സ്വർഗത്തിൽ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊരു മെറ്റഫറാണ്, അല്ലെ ദൈവികമായിട്ടുള്ളൊരു സന്ദേശമാണ് എന്നൊക്കെ നമ്മളെ ചുമ്മാ പറഞ്ഞ് പറ്റിക്കും. ഇതൊന്നുമല്ല. എത്യോപ്യൻ ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇന്റർപ്രറ്റ് ചെയ്ത് ഡിഫറൻ്റ്ലി ആണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ലാഡർ എന്നുള്ള വാക്യല്ല, അതൊരു മിസ്ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അത് നമ്മളുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്വർഗത്തിൽ എത്തിക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ കമാൻഡ്മെൻ്റ് ആണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അവിടെ ലാഡർ എന്നല്ല, അവിടുത്തെ ട്രാൻസ്ലേഷൻ ഹ്യൂമൻ സ്പൈൻ ആയിട്ടാണ് കണ്ടുപിടിച്ചേക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ഹ്യൂമൻ സ്പൈനകത്ത് എത്ര വെർട്ടിബ്രേറ്റ്സ് ഉണ്ട്? 33 എക്സാക്ട്. എനിക്കും നിനക്കും നിങ്ങൾക്കും ലോകത്തുള്ള എല്ലാവർക്കും 33 വെർട്ടിബ്രേറ്റ്സ് ആണ് ഹ്യൂമൻ സ്പൈനിലുള്ളത്. മനസ്സിലായോ? എർത്ത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ഹെവൻ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് പോകാനുള്ള വഴിയാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുണ്ടലിനിയിൽ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളുടെ സ്പൈനൽ കോഡിൽ നിന്നും ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അത് നമ്മൾ യോഗയിലും മെഡിറ്റേഷനിലും കൂടെ ചെയ്ത് റൈസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ദ കോയിൽഡ് സർപ്പന്റ് ഉണരും എന്ന് പറയത്തില്ലേ? സ്പൈനിൽ കൂടെ ഉണർന്ന് 33ാമത്തെ സ്പൈനിലെത്തുമ്പോൾ 7 ചാക്ര പോയിന്റ്സ് വഴി 33ാമത്തെ സ്പൈനിലെത്തുമ്പോൾ നിങ്ങൾ മരിച്ച് നിങ്ങൾ സ്വർഗത്തിലെത്തും. യു ആർ റിബോൺ എന്ന് വെച്ചാൽ നിങ്ങൾ ലിബറേഷൻ നേടി, നിങ്ങൾ മനുഷ്യരാശിയിൽ നിന്ന് പോയി നിങ്ങൾ വെളിയിലെത്തി. അപ്പോൾ ഈ സാധനമാണ് എത്യോപ്യൻ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അതിനെ സെൻസർ ചെയ്ത് അതിനെ എടുത്ത് വെച്ചേക്കാണ്. ജേക്കബ് സ്വപ്നം കണ്ടു ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഏണി കിട്ടും. ആ ഏണി 33 എണ്ണം കയറുമ്പോൾ സ്വർഗത്തെത്തും. ഇതൊരു കഥയായിട്ട് പറഞ്ഞേക്കാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനകത്ത് കിങ് ജെയിംസ് ബൈബിളിനകത്ത് വേറെയും വൃത്തികേടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ജീസസ് മരിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണെന്നറിയാവോ? 33ാമത്തെ വയസ്സിലാണ് ജീസസ് മരിക്കുന്നത്. അതും 33rd ഇയർ. എന്ന് പറഞ്ഞാൽ ജീസസ് ഓരോ സ്റ്റെപ്പ് കയറി 33ാമത്തെ വയസ്സിലാകുമ്പോൾ ജീസസ് മരിക്കും, എന്നിട്ട് സ്വർഗത്തിലെത്തും. 33 വെർട്ടിബ്രേറ്റ്സ്. ജീസസ് എൻലൈറ്റൻഡ് ആയ കാര്യമാണ് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ ഈ കുണ്ടലിനിയും ഈ വേദാസും ഈ എത്യോപ്യൻ ബൈബിളും എല്ലാം പറയുന്നത് സെയിം ആണ്. അവിടെ ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് ആണ് ബൈബിളിൽ പറയുന്നതെങ്കിൽ വേദാസിൽ കൃഷ്ണ കോൺഷ്യസ്നെസ് ആണ്. എല്ലാം ലിബറേഷൻ ആണ്. രണ്ടും പറയുന്ന ഒരാളെ പറ്റി വേണമെങ്കിലും ആവാം. ഈ ദൈവങ്ങളെല്ലാം ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കൃഷ്ണൻ വലുതാണ്, ക്രൈസ്റ്റ് വലുതാണ് എന്നൊന്നും അല്ല. രണ്ടും ചിലപ്പോൾ സെയിം ആയിരിക്കാം. അപ്പം ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ബൈബിളിൽ ഹിഡൻ ആണ്. ഈ പറഞ്ഞ ആർക്ക് ഓഫ് കോവനന്റിന്റെ കാര്യം, അല്ലെങ്കിൽ ഈ 33 വെർട്ടിബ്രേറ്റ്സ് വഴി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കുണ്ടലിനി ഉണർത്തി നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന കാര്യം, ഇതെല്ലാം വെട്ടി വൃത്തികേടാക്കി എന്തോ അമർ ചിത്രകഥയാക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് അതെല്ലാം കുഞ്ഞുങ്ങളെ ആദ്യം തൊട്ടേ പഠിപ്പിക്കും. കാരണം അവൻ 25-ാമത്തെ വയസ്സിലാകുമ്പോൾ അവൻ 25 വയസ്സുള്ള അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു എഞ്ചിനീയർ അത് വായിക്കുമ്പോൾ അവൻ വിചാരിക്കും, ഓക്കെ എടാ എപ്പോഴെങ്കിലും എനിക്ക് ആ സ്റ്റെപ്പ് കിട്ടും അതിൽ കൂടെ കയറാൻ ഏണി. അങ്ങനെ അവർ വിചാരിച്ച് വെപ്പിക്കണമെങ്കിൽ അവരുടെ പവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് ഇവർ ഈ ബൈബിള് ബാൻ ചെയ്യിക്കുന്നത്. അവർ ബാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതെല്ലാം തെറ്റല്ലായിരുന്നു എന്ന്. നോ, അവർ ആ ബൈബിളിനെ വെറുതെ വിട്ടില്ല. അത് നിങ്ങൾ വായിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ദർ ഇസ് സംതിങ് is hidden. Yes, that you shouldn't know. അപ്പൊ അതുപോലെ ബൈബിളിൽ എലൈജ എന്ന് പറയുന്ന ക്യാരക്ടർ ഹെവനിലോട്ട് ടേക്ക് അവേ ചെയ്യുന്നത്, ഹെവനിലോട്ട് പോകുന്നത് ഒരു ചാരിയറ്റിലാണ്. ആ ചാരിയറ്റിനെ പറ്റി പറഞ്ഞേക്കുന്നത് എന്താണ്? ആ ചാരിയറ്റിൽ നിന്ന് തീ വരും. അത് പറക്കാൻ നേരത്ത് ചാരിയറ്റിന്റെ വായിൽ നിന്ന് തീയും വയറ്റിൽ നിന്ന് പുകയും അതിന്റെ ടെയിലിൽ നിന്ന് സൗണ്ടും പോകുമെന്നാണ്. ജെറ്റ് ആണ് അവർ പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുന്നേ അതൊരു ഫ്ലൈയിങ് ക്രാഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ബുക്ക് ഓഫ് റെവലേഷനകത്ത് ഒരു ബീസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്, ഭയങ്കര എബിലിറ്റീസ് ഉള്ള ഒരു ഫ്ലൈയിങ് ബീസ്റ്റ്. പക്ഷെ അതിനകത്ത് ഗോഡിന്റെ ഏഞ്ചൽസ് അതിനകത്ത് കയറിയാൽ മാത്രമേ ബീസ്റ്റിന് ജീവൻ വെക്കൂ. മനസ്സിലായോ? അതൊക്കെ വെപ്പൺസ് അല്ലെങ്കിൽ അതൊക്കെ ഒരു മെഷീനറീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനകത്ത് പൈലറ്റ് കയറുമ്പോഴേ ആ പ്ലെയിന് ജീവൻ വെക്കൂ. മനസ്സിലായോ? പ്ലെയിനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അരിയും കഞ്ഞിയും പോലും ഇല്ലാത്തൊരു സിവിലൈസേഷൻ ഇത് കണ്ട് റെക്കോർഡ് ചെയ്ത സാധനങ്ങളാണ്. ഈ വെത്തിക്കാനും ഈ കാത്തോലിക് ചർച്ചിനുമല്ല ഇതറിയാം, പക്ഷെ നിങ്ങളതറിയാൻ പാടില്ല. മനസ്സിലായോ? അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെ ഈ ഹിന്ദുയിസത്തിൽ ഇതുവരെ ആ റെസ്ട്രിക്ഷൻസ് വന്നിട്ടില്ല. എങ്ങനെയാണോ കിടക്കുന്നത് അത് നിങ്ങൾ എന്തോ വായിച്ചോ, നിങ്ങൾ ഇത് വായിക്കരുത് ഇത് വായിക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ ആ മതം അതിനെ പിടിച്ച് കീഴടക്കി. നിങ്ങൾ ഇത് വായിക്കണം ഇത് വായിക്കരുത്, ഇവൻ്റെ ഇത് കുടിക്കണം ഇവൻ്റെ ഇത് കുടിക്കരുത്. അതൊക്കെ വൃത്തികേടാണ് ഗൈസ്. അപ്പോൾ നെഫലിംസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നെഫലിംസിനെ പറ്റി ജനസത്തിലൊക്കെ ഇച്ചിരിയെ പറഞ്ഞ 2-3 വട്ടമേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം എത്യോപ്യൻ ബൈബിളിൽ നെഫലിംസിനെ പറ്റി ബുക്കുകളാണ്. മനസ്സിലായില്ലേ? എത്യോപ്യൻ ബൈബിളിലെ ആ നെഫലിംസിന്റെ ഒരു ബുക്കാണ് എപ്പിക് ഓഫ് ഗിൽഗമേഷ്. അതുപോലെ ഹൺഡ്രഡ്സ് ഓഫ് സാധനങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെക്കാൻ നോക്കുകയാണ്. ഇത് ജസ്റ്റ് എത്യോപ്യൻ ബൈബിളിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുറച്ചും കൂടി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള എത്യോപ്യൻ ബൈബിളിലെ കഥകൾ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞങ്ങൾ നോക്കാം. പക്ഷെ നിങ്ങളത് കിങ് സോളമന്റെ കാര്യവും ഷീബയുടെ കാര്യവും അതുപോലുള്ള ഈ ന്യൂക്ലിയർ ഡിവൈസസ് അവർ ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ അത് നമ്മുടെ കയ്യിലുണ്ട്. കാരണം ഇപ്പം ഞാൻ ഡയലക്ട്രിക് ഗോൾഡ് അതിൻ്റെ നടുക്ക് ഇൻസുലേറ്റർ വെച്ചു, 2 ആൻറ്റിന വെച്ചു എന്നൊക്കെ പറയാം. അതുപോലെ ഹൺഡ്രഡ്സ് ഓഫ് തെളിവുകളുള്ളൊരു കഥയുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അത് നിങ്ങൾ കമൻസിൽ പറയാം. അതാണ് ആർക്ക് ഓഫ് കോവനന്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതുപോലുള്ള ബൈബിള് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ, ഇതുപോലുള്ള വേറെ മതങ്ങളിലെ ഹിന്ദുയിസത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിംസിന്റെ കഥയിലെ കഥകൾ ഏതെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളോട് കമൻസിൽ പറയാം. നമുക്കത് ചെയ്യാൻ പറ്റും. ഏത് മതവും ഏത് ജാതിയും നമ്മൾ എടുക്കും. നമുക്ക് കോൺട്രവേഴ്സി പേടിയില്ല. ഞങ്ങളെല്ലാം സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും സയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും അതിനകത്ത് എന്ത് എഴുതി വെച്ചേക്കുന്നു, ഇത് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞില്ലേ, അതെല്ലാം എത്യോപ്യൻ ബൈബിളിൽ എഴുതി വെച്ച കാര്യമാണ്. നിങ്ങൾ അത് കേട്ട് ഒഫൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രോബ്ലം അല്ല, നിങ്ങൾ ആ ബൈബിള് വായിക്കാത്തതിന്റെ പ്രശ്നമാണ്. അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ലവും ഹേറ്റും അറിയിക്കുക. വേറെ കാര്യം ഇവിടെ നമ്മുടെ മൂൺ ലാൻഡിങ് വീഡിയോസിനകത്ത് കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ആർട്ടമിസ് ഇപ്പൊ വിടുന്നില്ല, ആർട്ടമിസ് അമ്മാര് അമേരിക്ക മാർക്കറ്റ് ചെയ്യുന്ന എന്ത് സെക്കൻഡ് ടൈം സെൻഡിങ് മാൻ ടു മൂൺ, എവിടെ ലാൻഡ് ചെയ്യുന്നു അവിടെ പോയി ഷട്ടിൽ അടിച്ച് തിരിച്ചു. നമ്മള് ലാൻഡ് ഒന്നും ചെയ്യുന്നില്ല ആർട്ടമിസ് മിഷൻ. നിങ്ങൾ അതൊക്കെ ഭയങ്കര തെറ്റായിട്ട് മാസ് മാർക്കറ്റ് ചെയ്ത് എല്ലാവരുടെയും വിചാരം അവിടെ പോയി ഇറങ്ങുന്നൊന്നുമില്ല. അവരുടെ അറ്റ്മോസ്ഫിയർ എനിക്കൊന്ന് മൂണ്ട് ആ ഒരു ജസ്റ്റ് ആ റേഡിയസിൽ കയറി തറങ്ങി തിരിച്ച് ഷട്ടിൽ അടിച്ച് വരിക. അത് മാത്രമല്ല they are mocking us എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യമായിട്ട് നാസ എർത്തിന്റെ ഫോട്ടോ തന്നത് April 1 ആർട്ടമിസ് മിഷൻ ലോഞ്ച് ചെയ്തത് April 1.
നമ്മളെ ഫൂളാക്കുകയാണ് അവന്മാര്. അത് പോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. നമുക്കത് വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഞാൻ പറഞ്ഞില്ലേ, എന്ത് കോൺട്രവേഴ്സി എടുക്കും ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിനകത്ത് വേറെ സംഭവമുണ്ട്. ഈ ആറ്റമിസിനകത്ത് പോകുന്നൊരു ആസ്ട്രോണോമി ഇന്റർവ്യൂവിൽ അറിയാതെ പറഞ്ഞു ഫസ്റ്റ് ടൈം. അത് നമ്മള് ഒരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ, ആർടെമിസ് ഫസ്റ്റ് ടൈം മൂണിൽ പോകുന്നതൊക്കെ. So that is it guys. We here talk to you guys later. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ പറഞ്ഞ കാര്യം കേട്ടോ. Okay, bye. Love you.